സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രകല എസ് കമ്മത്ത് എഴുതിയ നോവൽ ഭിക്ഷ, അധ്യായം 50. ചെറിയമ്മ രഹസ്യമായി കമലയോട് ചോദിച്ചു, സദാനന്ദൻ സമ്മതിച്ചോ കമലെ കുട്ടിയെ ഇവിടെ നിർത്തി പഠിപ്പിക്കാൻ? എവിടെ വേണു? അവനെ ഒന്ന് കൊണ്ട് കാണിക്കട്ടെ. അവൻ്റെ അമ്മാവനെ ചാവടിമുറ്റത്തിരുന്ന് വായിക്കുന്നു. പടിഞ്ഞാറേ മുറ്റത്ത് നിന്ന് കമല വേണുവിനെ വിളിച്ചു. പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിയെത്തി വേണുവിനോട് കമല പറഞ്ഞു, വരൂ, നിന്റെ അമ്മാവൻ്റെ അടുത്തേക്കൊന്ന് പോകാം. ചെറിയമ്മ പറഞ്ഞു, ചെല്ലു, മാമനെ ചെന്ന് കാണ്. പാദം തൊട്ട് നമസ്കരിക്കാൻ മറക്കരുത്. അവൻ തലകുലുക്കി. കമല പറഞ്ഞു, അമ്മാവൻ ചിലപ്പോൾ നിന്നോട് സംസാരിച്ചില്ലെന്ന് വരും, ചിലപ്പോൾ ഗൗരവത്തോടെ സംസാരിച്ചെന്ന് വരും, ചില സന്ദർഭങ്ങളിൽ കോപിച്ച് സംസാരിച്ചെന്ന് വരും. നീ വിഷമിക്കരുത്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, എനിക്കറിയാം മാമൻ്റെ രീതികൾ. അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. വരൂ, നീ ഒന്ന് ചെന്ന് കണ്ടില്ലെന്ന് വേണ്ട. അവൾ അവനെയും കൊണ്ട് പൂമുഖത്തേക്ക് നടന്നു. പേപ്പർ വായിച്ചുകൊണ്ട് കസേരയിലിരിക്കുകയാണ് സദാനന്ദൻ. കമല വാതിൽക്കൽ നിന്നു. വേണുവിൻ്റെ കൈ പിടിച്ച് മുന്നിൽ നിർത്തി പറഞ്ഞു, ഇതാ നോക്കൂ, ഇവനാണ് സീമന്തിനിയുടെ മകൻ വേണു. സദാനന്ദൻ പേപ്പർ താഴ്ത്തി അവനെ നോക്കി. വേണു അയാളുടെ പാദം തൊട്ട് നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ പെട്ടെന്ന് കാലുകൾ പിൻവലിച്ചുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു, വേണ്ട വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കമലയുടെ മുഖത്ത് വിളർച്ച പടർന്നു. പാദത്തിൽ തൊടാൻ ആഞ്ഞ കൈകൾ പിൻവലിച്ച് വേണു പിന്നിലേക്ക് ഒതുങ്ങി നിന്നു. കമല അവനെ നോക്കി പതിയെ കണ്ണുകൾ അടച്ചു കാണിച്ചു. കുട്ടിയുടെ മുഖത്ത് സ്ഥായിയായി പുഞ്ചിരി പരന്നു. സദാനന്ദൻ ഉത്തരവിടുന്ന ഗൗരവത്തിൽ പറഞ്ഞു, കോളേജിൽ ചേരുന്നതൊക്കെ കൊള്ളാം, മര്യാദയ്ക്ക് നിൽക്കണം. കൊള്ളരുതായ്മ എന്തെങ്കിലും കണ്ടാൽ എനിക്കിഷ്ടപ്പെടത്തില്ല, പറഞ്ഞേക്കാം. കുട്ടി വിനയത്തോടെ മൂളി. വീണ്ടും പേപ്പർ നിവർത്തിപ്പിടിച്ച് സദാനന്ദൻ ചോദിച്ചു, എന്താ നിന്റെ അച്ഛനിപ്പം പണി? ഒരമ്പലത്തില് പൗരോഹിത്യമുണ്ട്, ഒരു കമ്പനിയിലെ ജോലിയുമുണ്ട്. പക്ഷേ കമ്പനി പൂട്ടാൻ പോകുന്നെന്നറിഞ്ഞു. പോകാനുള്ള ഉത്തരവ് കിട്ടിയ ഉടനെ കുട്ടി തളത്തിലേക്ക് വലിഞ്ഞു. പിന്നെ അവൻ ചാവടി വരാന്തയിലേക്ക് നടന്നു. സദാനന്ദൻ കമലയെ നോക്കി പുച്ഛഭാവത്തിൽ പറഞ്ഞു, പയ്യൻ കോളേജിൽ പഠിക്കാൻ പോകുന്നു. അച്ഛനിൽ നിന്നും പൗരോഹിത്യം പഠിക്കാൻ പറ. ഇവിടെ വിഷ്ണു ക്ഷേത്രത്തിൽ പുരോഹിതപ്പണിക്ക് ശുപാർശ ചെയ്യാം. ദേഷ്യം പതഞ്ഞു പൊങ്ങിയെങ്കിലും കമല അത് പ്രകടിപ്പിക്കാതെ ഒരു തമാശ പറയും പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവരാരും ഉയരാൻ പാടില്ല അല്ലേ? ബിസിനസ്സും ഉയർന്ന ഉദ്യോഗവുമെല്ലാം നമുക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? ഉയരട്ടെ ഉയരട്ടെ, അല്ലെങ്കിലും നീ എല്ലാവരെയും ഉയർത്താൻ നടക്കുകയല്ലേ? കുറെ വേദാന്തം പ്രസംഗിക്കാൻ അറിയാമല്ലോ നിനക്ക്. തോൽവി സമ്മതിക്കാതിരിക്കാനുള്ള ഒരടവാണ് ഇത്തരം സംസാരമെന്ന് കമലയ്ക്കറിയാം. ഓരോ വാചകത്തിനും മറുപടി പറയാൻ പോയാൽ പിന്നെ അതൊരു വഴക്കിൽ ചെന്ന് അവസാനിക്കുകയേ ഉള്ളൂ. അവൾ ഒന്നും പറയാതെ അകത്തേക്ക് പോയി. കോളേജിൽ ചേരുന്ന ദിവസം രാവിലെ ചെറിയമ്മ വേണുവിനെയും കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി. വിഷ്ണു ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാട് കഴിക്കാതെ തേക്കങ്കാട് മഠത്തിലുള്ളവർ ഒരു കാര്യവും നടത്താറില്ല. ക്ഷേത്രത്തിൽ വെച്ച് പലരും ചോദിച്ചു, ഏതാ ഈ കുട്ടി? ചെറിയമ്മ പറഞ്ഞു, മകളുടെ കുട്ടിയാ. നമ്മുടെ രവീന്ദ്രന്റെ കൂടെ. അവർ വാചകം പൂർത്തിയാക്കുന്നതിനു മുമ്പ് ചെറിയമ്മ പറഞ്ഞു, ഉവ്വ്, രവീന്ദ്രന്റെ മകൻ തന്നെ. വേണു ഒരു പുഞ്ചിരിയോടെ അമ്മമ്മയുടെ കൂടെ നടന്നു. വിഷ്ണു ക്ഷേത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു വരുന്നത്. എങ്കിലും നല്ല പരിചയമുള്ളതുപോലെ അച്ഛനും അമ്മയും വിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത് കേട്ട് കേട്ട് ക്ഷേത്രത്തിന്റെ ചിത്രം മനസ്സിൽ അലിഞ്ഞു പോയി. പ്രദക്ഷിണം വെക്കവേ രഥപുരയും ഹനുമാന്റെ ഉപക്ഷേത്രവും കണ്ടു. വേണു കുറേ നേരം അവിടെ നോക്കി നിന്നു. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഹനുമാൻ ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിലിരുന്നാണ് സ്കൂളിലെയും കോളേജിലെയും പബ്ലിക് പരീക്ഷയ്ക്ക് പഠിച്ചിരുന്നതെന്ന്. വീട്ടിലിരുന്ന് പഠിക്കാൻ തീരെ സൗകര്യമില്ലായിരുന്നുവത്രേ. അച്ഛൻ വലിയ തമാശക്കാരനാണ്. എന്തെല്ലാം വിഷമമുണ്ടായാലും അതിനിടയ്ക്കും തമാശ പറയും. അച്ഛൻ പഠിക്കുന്നത് കേട്ട് കേട്ട് വിഷ്ണു ക്ഷേത്രത്തിലെ ഈ ഹനുമാന് ഇംഗ്ലീഷും ഹിന്ദിയും സയൻസും ചരിത്രവുമെല്ലാം വശമായി കാണുമത്രേ. അതിനു മുമ്പ് പുള്ളിക്ക് രാമനാമം മാത്രമേ അറിയാമായിരുന്നുവെന്ന്. നീ എന്താ മോനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ചെറിയമ്മ ചോദിച്ചു. അവൻ പറഞ്ഞു, ഒന്നുമില്ല അമ്മമ്മേ. അച്ഛനും അമ്മയും എന്നും പറയാറുണ്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച്. കേട്ട് കേട്ട് എനിക്കിവിടെയൊക്കെ നല്ല പരിചയമായതുപോലെ. വിഷ്ണു ക്ഷേത്രത്തിലെ വൃന്ദാവനത്തെക്കുറിച്ച് അമ്മ പറയാറുണ്ട്. രാത്രിയിൽ ഗോപസ്ത്രീകൾ വന്ന് നൃത്തം വെക്കുന്ന കഥ. പാവം അമ്മ
അമ്മ അച്ഛനെപ്പോലെയല്ല. തമാശ കേട്ടാൽ ചിരിക്കുമെന്നല്ലാതെ അമ്മയ്ക്ക് തമാശ പറയാൻ അറിയില്ല. സ്നേഹവും സങ്കടവും മാത്രമേ അമ്മയുടെ രക്തത്തിലുള്ളൂ എന്ന് തനിക്ക് ചിലപ്പോൾ തോന്നും. സ്നേഹിക്കാനും സങ്കടപ്പെടാനുമേ അമ്മയ്ക്കറിയൂ. അമ്മയുടെ ജീവിതം അതായിരുന്നുവല്ലോ. എല്ലാം തന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ബുദ്ധിയില്ലാത്ത ഒരാളെക്കൊണ്ട് അമ്മയെ കല്യാണം കഴിപ്പിക്കാൻ നിശ്ചയിച്ചുവത്രേ അമ്മാവന്മാര്. കമലാമ്മായിയാണ് അമ്മയെ അച്ഛൻ്റെ കൂടെ പറഞ്ഞയച്ചത്. അതൊരു വലിയ രഹസ്യമാണ്. അമ്മമ്മയ്ക്ക് പോലും അതറിയില്ലെന്ന് അമ്മ തന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ജീവിതം കേൾക്കുമ്പോൾ തോന്നും, ഒരു കഥ എഴുതാനുള്ള വകയുണ്ടല്ലോ എന്ന്. എഴുതാൻ കഴിയുമെങ്കിൽ എന്നെങ്കിലും അമ്മയുടെ കഥ എഴുതണം എനിക്ക്. ഹനുമാന്റെ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഭണ്ഡാരസഞ്ചിയിൽ അച്ഛൻ ഏൽപ്പിച്ച കാണിക്കയിട്ട് കൈകൂപ്പി അവൻ ചിരിച്ചു. ഏയ് ഒന്നുമില്ല. കോളേജിൽ ചേരുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. തങ്ങൾ വീടിനു മുമ്പിൽ എത്തിക്കഴിഞ്ഞെന്ന് അപ്പോഴാണ് അറിഞ്ഞത്. തന്നെ കോളേജിൽ കൊണ്ടുപോകാൻ കമലാമ്മായി ഒരുങ്ങി നിൽക്കുന്നു. അങ്ങനെ കോളേജിൽ ചേരുകയെന്ന ആഗ്രഹം സാധിച്ചു. വീടിന്റെ ഏതെങ്കിലും ഒരു പഠനമുറിയാക്കി എടുക്കാൻ കമല അവനോട് പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് ചാവടി തുറന്നു തന്നാൽ മതി. ഞാൻ അവിടെ ഇരുന്ന് പഠിക്കാം. എന്തിനു മോനെ, ഇത്ര വലിയ വീടുള്ളപ്പോൾ നീ എന്തിന് ചാവടിയിലിരുന്ന് പഠിക്കാൻ പോകുന്നു? അത് മതി അമ്മായി. എൻ്റെ അമ്മ അവിടെ ഇരുന്നാണ് പഠിച്ചിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് രാത്രിയിൽ അവിടെ ഇരുന്ന് പഠിക്കാൻ പേടിയാവില്ലേ നിനക്ക്? എനിക്കങ്ങനെ ഒന്നിനെയും പേടിയില്ല അമ്മായി. പിന്നെ അവൻ ചിരിച്ചുകൊണ്ട് തമാശ പറഞ്ഞു. പേടിയുണ്ട് സദാനന്ദ മാമയെ മാത്രം. അത് കേട്ട് കമലയും ചെറിയമ്മയും ചിരിച്ചു. കമല ചാവടിയുടെ താക്കോൽ അവനെ ഏൽപ്പിച്ചു. തൻ്റെ പുസ്തകങ്ങളും പെട്ടിയും മറ്റുമായി അകത്ത് കടന്നപ്പോൾ അവൻ വിചാരിച്ചു, അമ്മമ്മയുടെയും അമ്മയുടെയും കണ്ണീർ വീണ് പവിത്രമായതാണ് ഈ ചാവടി. ഇത് മതി തൻ്റെ പഠനത്തിന്. അധ്യായം 51. വലിയ തിരക്കും ബഹളവും നടക്കെയാണ് തേക്കുംകാട് മഠത്തിൽ. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി വേണു ചാവടിയിലിരുന്ന് പഠിക്കുകയാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയിരിക്കുന്നു. നാളെയാണ് രഥോത്സവം. അതിൻ്റെ തിരക്കാണ് വീട്ടിനുള്ളിൽ. താൻ വന്നതിനു ശേഷമുള്ള 5ാമത്തെ രഥോത്സവം. നീണ്ട 5 വർഷങ്ങൾ. കണ്ണടച്ച് തുറക്കുന്നതിനു മുമ്പ് 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 5 വർഷത്തെ യജ്ഞം. അതൊരു മഹായജ്ഞം തന്നെയായിരുന്നു. ആ യജ്ഞത്തിനുള്ള ഏകാഗ്രതയിൽ കാലത്തിൻ്റെ ഒഴുക്ക് താൻ അറിഞ്ഞില്ല. തന്നിൽ തന്നെ വന്നില്ലേ പല വ്യത്യാസങ്ങൾ. കഴിഞ്ഞ അവധിക്ക് വീട്ടിൽ പോയപ്പോൾ അമ്മ അതിശയിച്ചു പോയി. എങ്ങനെ ഇത്ര ഉയരം വെച്ചുവെന്ന് അമ്മ അത്ഭുതപ്പെട്ടു. അച്ഛനേക്കാൾ ഉയരം വെച്ചിട്ടുണ്ട് തനിക്ക്. മൂക്കിന് താഴെ അച്ഛൻ്റേതുപോലെ ഉള്ള കനത്ത മീശയും. ഈ 5 വർഷം ഈ ചാവടിയും കോളേജും മാത്രമായിരുന്നു തൻ്റെ ലോകം. കമലമ്മായി ഏൽപ്പിക്കുന്ന അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ഉപനയന നാളിൽ വാഗ്ദാനം ചെയ്ത ഭിക്ഷ അവർ തനിക്ക് നൽകിയിരിക്കുന്നു. ഇത്രയും വർഷത്തിനിടയിൽ ഒരു കാര്യത്തിനും തൻ്റെ നേർക്ക് അവരുടെ മുഖം കറുക്കുകയാവട്ടെ, ഒരു കറുത്ത വാക്ക് തന്നോട് പറയുകയാവട്ടെ ഉണ്ടായിട്ടില്ല. ആഹാരം കഴിക്കാൻ വേണ്ടി കമലാമ്മായിയോ അമ്മമ്മയോ വിളിക്കുമ്പോൾ മാത്രമേ താൻ തേക്കുംകാട് മഠത്തിൻ തീമുറിയിൽ ചൊല്ലൂ. അമ്മാവൻ്റെ പെരുമാറ്റം പലപ്പോഴും തൻ്റെ അഭിമാനത്തെ സ്പർശിച്ചിട്ടുണ്ട്. ഈ 5 വർഷത്തിനുള്ളിൽ അമ്മാവൻ തന്നോട് എന്തെങ്കിലും സംസാരിച്ചതായി ഓർമ്മയിൽ വരുന്നില്ല. ഫീസ് തരുന്നതും പുസ്തകം മറ്റും വാങ്ങാൻ പണം തരുന്നതും അമ്മായി തന്നെ. തീൻമേശയിൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോഴും അമ്മാവൻ തൻ്റെ മുഖത്ത് നോക്കുക പോലും ചെയ്യില്ല. ഹോട്ടൽ മുറിയിൽ അടുത്തിരുന്ന് ആഹാരം കഴിച്ച് പിരിയുന്ന അന്യരെ പോലെ. മനസ്സിൽ വല്ലാത്ത അസ്വാസ്ഥ്യം അപ്പോൾ തോന്നാറുണ്ട്. ഇന്ന് രഥോത്സവത്തിൻ്റെ തിരക്കാണ്. വലിയമ്മാവനും സേതു അമ്മാവനും ഒക്കെ എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ പോകുന്നതേ തനിക്കിഷ്ടമല്ല. അവരുടെയൊക്കെ ഓരോ ഭാവം കാണുമ്പോൾ താൻ ചുരുങ്ങി ചുരുങ്ങി ചെറുതാകുന്നത് പോലെ. താൻ വന്നു കഴിഞ്ഞുള്ള ആദ്യത്തെ രഥോത്സവത്തിന് അവരെല്ലാം എത്തിയപ്പോഴാണ് താൻ ഇവിടെ നിന്ന് പഠിക്കുകയാണെന്നവർ അറിഞ്ഞത്. അവരൊക്കെ സദാനന്ദ മാമനെയും അമ്മായിയെയും വേണ്ടുവോളം ശകാരിച്ചുവെന്ന് താൻ അറിഞ്ഞു. സ്വത്തിൻ്റെ ഓഹരിക്ക് വേണ്ടിയാണ് അമ്മയും അച്ഛനും തന്നെ ഇങ്ങോട്ടയച്ചതെന്നാണ് അവരുടെ വിചാരം. വലിയമ്മായി എന്ന മാംസപിണ്ഡത്തെ കണ്ടാലേ അറിയാം അവരുടെ മനസ്സ് നിറയെ അസൂയയുടെയും അഹങ്കാരത്തിൻ്റെയും വ്രണമാണെന്ന്. താൻ ഇവിടത്തെ അടിമയാണെന്നോ ആശ്രിതനാണെന്നോ ഒക്കെയാണ് അവരുടെയൊക്കെ വിചാരം. വേലക്കാരോട് കൽപ്പിക്കുന്നത് പോലെയാണ് സേതുമാവൻ തന്നോടെന്തെങ്കിലും കൽപ്പിക്കുന്നത്. അല്പം മയത്തിൽ സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചിട്ടുണ്ട്. ചിലപ്പോൾ തോന്നാറുണ്ട്, ഇവരോടെല്ലാം ഒരു ദിവസം പക വീട്ടണമെന്ന്. തൻ്റെ അമ്മയുടെ സ്വത്തെല്ലാം കൈവശം വെച്ചുകൊണ്ട്
മുഖത്ത് നോക്കി അമ്പെയ്യുന്നത് പോലെ എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞാലോ എന്നുവരെ തോന്നാറുണ്ട്. പറയാൻ അറിയാഞ്ഞിട്ടല്ല, ഉള്ളിൽ തറയ്ക്കുന്നത് പോലെ നല്ല വാചകത്തിൽ പറയാനറിയാം. പക്ഷേ താൻ അങ്ങനെ ചെയ്യില്ല. ഒരു കൂറ്റൻ തണൽമരം കണക്കെ തനിക്ക് നിഴൽ തന്നുകൊണ്ട് കമലമ്മായി നടുക്ക് നിൽപ്പുണ്ട്. അവരെ മറികടന്നു വേണം അമ്മാവന്മാരോട് പകരം വീട്ടാൻ. അത് താൻ ചെയ്യില്ല. എന്തെങ്കിലും താൻ പറഞ്ഞു പോയാൽ അത് അവരെയായിരിക്കും ബാധിക്കുക. അത് അവരുടെ മനസ്സിലായിരിക്കും വിഷമിപ്പിക്കുക. എല്ലാവരും അവരുടെ നേർക്കായിരിക്കും തിരിയുക. അതുകൊണ്ട് താൻ ഒന്നും പറയില്ല. ഈ വർഷത്തെ പരീക്ഷയും കൂടി കഴിഞ്ഞാൽ തനിക്ക് ഒരു ഡിഗ്രിയാവും. കമലമ്മായി തന്ന ഈ ഭിക്ഷ സ്വീകരിച്ചുകൊണ്ട് ഇവിടുന്ന് പോകണം. ഒരു ഉദ്യോഗസ്ഥനാകണം. പിന്നെ പ്രൈവറ്റായി എഴുതി MA-യും മറ്റും ജയിക്കണം. അച്ഛനും മിടുക്കനായിരുന്നു പഠിക്കാൻ. പക്ഷേ നല്ല ഉദ്യോഗം നേടാനായില്ല. അക്കാലത്തിൽ ഏൽക്കേണ്ടി വന്ന കുടുംബഭാരം അച്ഛൻ്റെ പരാജയമായി മാറി. ചാവടി വരാന്തയിൽ ആരുടെയോ കാൽപ്പെരുമാറ്റം കേട്ടു. വേണു എഴുന്നേറ്റ് എത്തി നോക്കി. ഗായത്രിയാണ്. അല്ല, പെണ്ണ് ഇന്ന് സാരിയിലാണല്ലോ. വേണുവേട്ട കാപ്പി കുടിക്കാൻ ചെല്ലാത്തതെന്ന് അമ്മമ്മ ചോദിച്ചു. ഏട്ടൻ വരുന്നില്ലേ അമ്പലത്തില്? ഞാൻ വരുന്നില്ല. അവിടുത്തെ ബഹളം തീരട്ടെ. എല്ലാവരും അമ്പലത്തിൽ പോയി കഴിയുമ്പോൾ ഞാൻ വന്ന് കഴിക്കാം. അമ്മമ്മ കാണുമല്ലോ അവിടെ. ചെറിയ മുത്തശ്ശി കാണും. നീ സാരിക്കാരിയായല്ലോ. അവൾ നാണിച്ചു. അമ്മ ഉടുപ്പിച്ചു തന്നതാണ്. കൊള്ളാമോ വേണുവേട്ട? അയാൾ പുഞ്ചിരിച്ചു. പക്ഷേ ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നത് നല്ലതിനല്ല. കോളേജിലെ പഠിത്തം നിർത്തേണ്ടി വരും ഗായത്രിക്ക്. അവൾ ഉദ്യോഗത്തോടെ ചോദിച്ചു. എന്തേ അങ്ങനെ? കല്യാണാലോചനക്കാരി വരും ഇന്ന് തന്നെ. ഉത്സവ സ്ഥലത്ത് വെച്ചാണല്ലോ നമ്മുടെ ആൾക്കാർ പെൺകുട്ടികളെ കണ്ടുവെക്കുക. അതുകൊണ്ട് സൂക്ഷിച്ചോ നീ. അവൾ 2 കൈകൊണ്ടും മുഖം പൊത്തി നാണിച്ചു. ഈ വേണുവേട്ടൻ എന്താ ഈ പറയുന്നത്? അവൾ വീട്ടിലേക്ക് ഓടിമറയുന്നത് അയാൾ നോക്കി നിന്നു. എത്ര പെട്ടെന്നാണ് ഗായത്രിയും വളർന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിലായി. കമലമ്മായിയുടെ സ്വഭാവമാണ് അവൾക്ക്. അഹങ്കാരമില്ല. ശാന്തമായ രീതി. പഠിക്കാൻ വലിയ മിടുക്കൊന്നുമില്ല. തോൽക്കാതെ ജയിക്കുന്നു എന്നു മാത്രം. ഇംഗ്ലീഷിലെ സംശയവുമായി ചാവടിയിൽ ഇടയ്ക്കിടെ വരും. പക്ഷേ ചാവടിയിലിരുന്ന് താൻ ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കാറില്ല. വന്നാലുടനെ അവളെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകും. തളത്തിലിരുന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കും. അതാണ് നല്ലതെന്ന് തോന്നി. അവിടെ അമ്മായിയും ചെറിയമ്മയും കാണുമല്ലോ. ഒരവധിക്ക് വീട്ടിൽ പോയപ്പോൾ അച്ഛൻ രഹസ്യമായി തന്നോട് പറഞ്ഞു. സദാനന്ദൻ അമ്മാവൻ്റെ പെൺമക്കളോട് ഒരു പരിധിക്കുള്ളിലുള്ള അടുപ്പം മാത്രമേ ആകാവൂ എന്ന്. മനസ്സ് വഴുതിപ്പോകാൻ ഇടയാകരുത്. കമലമ്മായി ചെയ്ത സഹായം മുതലെടുത്തു എന്ന ധാരണ ഉണ്ടാവാൻ ഇടവരുത്താതെയാണ് നിന്നിട്ടുള്ളതും. താൻ ഒരു പരുക്കൻ സ്വഭാവക്കാരനാണെന്നോ വലിയ ഗൗരവക്കാരനാണെന്നോ ഒക്കെയാണ് പെണ്ണിന്റെ ധാരണ. ആ ധാരണ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഈയിടെയായിട്ട് കുറേ നേരം തുടർച്ചയായി ഗായത്രിയുടെ മുഖത്ത് നോക്കി നിൽക്കാൻ തനിക്ക് പ്രയാസം തോന്നാറുണ്ട്. അവളുടെ ആ വലിയ കണ്ണുകളിലും ഭംഗിയുള്ള ചിരിയിലുമൊക്കെ വല്ലാത്ത വശീകരണ ശക്തിയുള്ള എന്തോ ഒന്ന്. തുടർച്ചയായി കുറേ നേരം ആ മുഖത്ത് നോക്കി നിന്നാൽ താൻ ആ ശക്തിയിൽ വീണു പോകുമോ എന്ന ഭയം. സർവാംഗം പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂച്ചെടിയുടെ ഭംഗിയുണ്ടവൾക്ക്. അതുപോലെയുള്ള സ്വഭാവവും. ഇന്നലെയായിരുന്നു ആ സംഭവം. കൈകളിൽ അരച്ചിട്ടിരുന്ന മൈലാഞ്ചി കഴുകിക്കളഞ്ഞ് അവൾ ഓടി വന്നു ചാവടിയിലേക്ക്. കൊച്ചുകുട്ടികളുടെ രീതികളാണ് ഇപ്പോഴും ചില സമയത്ത് അവൾക്ക്. വേണുവേട്ട നോക്കൂ, എൻ്റെ കൈ. ചെറിയ മുത്തശ്ശിയാണ് മൈലാഞ്ചി കുത്തി തന്നത്. നല്ല ഭംഗിയല്ലേ? രക്തം പോലെ ചുവന്നു. കൈകൾ തൻ്റെ നേർക്ക് നീട്ടിക്കൊണ്ട് വിടർന്ന കണ്ണുകളിൽ ആഹ്ലാദവും പുഞ്ചിരിയുടെ പ്രകാശവുമായി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ മനസ്സിലെവിടെയോ ചില ചലനങ്ങൾ ഉണ്ടാകുന്നത് താൻ അറിഞ്ഞു. കുളിച്ച് വിതർത്തിയിട്ട ഈറൻ മുടി ചുമലുകൾ കടന്ന് മുന്നോട്ട് വീണിരുന്നു. അവൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നപ്പോൾ സത്യത്തിൽ ആ കവിളിൽ ഒന്ന് പതിയെ തൊട്ടു നോക്കാൻ വലിയ മോഹം തോന്നി. ആ മോഹം നിമിഷങ്ങൾക്കകം വളർന്നു വരുന്നത് താൻ ഭയത്തോടെ മനസ്സിലാക്കി. ഒരു നിമിഷം കൂടി താൻ ആ മുഖത്ത് നോക്കി നിന്നിരുന്നെങ്കിൽ സംശയമില്ല താൻ അവളെ തൻ്റെ കൈകൾക്കുള്ളിലാക്കിയേനെ. എത്ര പാടുപെട്ടാണ് ആ ഒരു മോഹം നിയന്ത്രിച്ചത്. മൈലാഞ്ചി ഇട്ടത് നന്നായിരിക്കുന്നുവെന്ന് പറഞ്ഞ് താൻ പുസ്തകവുമായി വേഗം പടിഞ്ഞാറേ വളപ്പിലേക്ക് നടന്നു. വേണു വരുന്നില്ലേ ക്ഷേത്രത്തില്? കമല ചാവടി മുറ്റത്ത് വന്ന് നിന്ന് അന്വേഷിച്ചു. ഇല്ലമ്മായി, എനിക്ക് ധാരാളം വായിക്കാനുണ്ട്. മറ്റന്നാൾ ഒരു പരീക്ഷയുണ്ട്. എങ്കിൽ പഠിച്ചോളൂട്ടോ, ഞങ്ങൾ പോകുന്നു. അമ്മമ്മയുണ്ട് അപ്പുറത്ത്. പോയി ആഹാരം കഴിക്കണം. കഴിക്കാം.
കാറുകളുടെ ഒരു ഘോഷയാത്ര തേക്കുംകാട് മഠത്തിൽ നിന്നും വിഷ്ണു ക്ഷേത്രത്തിലേക്ക് നീങ്ങുന്നത് അവൻ ചാവടി വരാന്തയിൽ നിന്ന് നോക്കി. പാതിരാത്രി കഴിയുന്നത് വരെ ഇരുന്നു പഠിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉറക്കമുണർന്നപ്പോഴെല്ലാം വിഷ്ണു ക്ഷേത്രത്തിൽ രഥചക്രം ഉരുളുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അങ്ങനെ ആ വർഷത്തെ രഥോത്സവവും കഴിഞ്ഞു. വന്ന ബന്ധുക്കളാരും വേണുവിനെ അന്വേഷിക്കുകയാവട്ടെ ക്ഷേത്രത്തിലേക്ക് വിളിക്കുകയാവട്ടെ ഉണ്ടായില്ല. അവൻ സങ്കടത്തോടെ ഓർത്തു, സീമന്തിനിയുടെ മകൻ എല്ലാവർക്കും അന്യനാണല്ലോ. ദിവസങ്ങൾക്ക് ചിറകുകൾ മുളച്ചതുപോലെയാണിപ്പോൾ. എത്ര പെട്ടെന്നാണ് അവ പിന്നോക്കം പറക്കുന്നത്. റോക്കറ്റിന്റെ വേഗത. പരീക്ഷ ഇങ്ങെത്തിക്കഴിഞ്ഞു. നാളെ തുടങ്ങുകയാണ് പരീക്ഷ. 5 വർഷത്തെ തപസ്യയുടെ അവസാനത്തെ പടവുകൾ എല്ലാം കഴിഞ്ഞിട്ട് വേണം 2-3 ദിവസം തുടർച്ചയായി കിടന്നുറങ്ങാൻ. എത്ര നാളുകളായി സുഖമായി ഒന്നുറങ്ങിയിട്ട്. നല്ല പോലെ ഒന്ന് വിശ്രമിക്കണം. പരീക്ഷ കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ വീട്ടിലേക്ക് മടങ്ങണം. ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാളുകളെ ബുദ്ധിമുട്ടിക്കണം. അച്ഛനും അമ്മയും തന്നെ കാത്തിരിക്കുകയാവും. അച്ഛൻ ജോലി ചെയ്തിരുന്ന കമ്പനി വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയെന്നും അച്ഛൻ ജോലിക്ക് പോകുന്നെന്നും കഴിഞ്ഞ കത്തിൽ വായിച്ചപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ പുതിയൊരു ഉന്മേഷം കിട്ടിയതുപോലെ. പരീക്ഷകളെല്ലാം എഴുതിക്കഴിഞ്ഞപ്പോൾ ആശ്വാസമായി. എല്ലാം ഭംഗിയായി എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് കിട്ടും തീർച്ച. അവസാനത്തെ പരീക്ഷ എഴുതിക്കഴിഞ്ഞ് ലോകം കീഴടക്കിയ ആനന്ദത്തോടെയാണ് വീട്ടിലെത്തിയത്. കമലാമ്മായിക്കാണ് ഏറ്റവും സന്തോഷം. ഏറ്റെടുത്ത ഒരു കാര്യം എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു എന്ന ആശ്വാസം അവരുടെ മുഖത്തുണ്ട്. കാപ്പിയും പലഹാരവും മേശപ്പുറത്ത് വിളമ്പി വെച്ചിട്ട് അവർ വാത്സല്യത്തോടെ ചോദിച്ചു, എല്ലാ പരീക്ഷകളും ഭംഗിയായി എഴുതിയിട്ടുണ്ടല്ലോ മോനെ? എഴുതിയിട്ടുണ്ട്. ഇനി എന്താ അടുത്ത പടി? റിസൾട്ട് വന്നു കഴിയട്ടെ. എന്തായാലും ഇനി പഠിക്കുന്നെങ്കിൽ തന്നെയും പ്രൈവറ്റ് ആയിട്ടേ ഉള്ളൂ അമ്മായി. ഇനി ഉദ്യോഗത്തിനുള്ള പരീക്ഷകൾ തുരുതുര എഴുതാൻ പോവുകയാണ്. ഓ, ഉദ്യോഗസ്ഥനാവാൻ തിടുക്കമായി അല്ലേ? അവൻ ചിരിച്ചു. അമ്മായി, നാളെ തന്നെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. പാർവതിക്ക് ഓപ്പറേഷൻ വേണ്ടിവരും. ഞാൻ ചെന്നിട്ടേ ഇനി അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങൂ എന്നെഴുതിയിട്ടുണ്ട് അച്ഛൻ. ചെറിയമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. നാളെ തന്നെ പോകാനോ? അത് പറ്റില്ല മോനെ. കുറച്ച് ചമ്മന്തിപ്പൊടിയും മാങ്ങ അച്ചാറും 2-3 കൂട്ടം പലഹാരങ്ങളും ഞാൻ ഒരുക്കുന്നുണ്ട്. അതെല്ലാം റെഡി ആയതിനു ശേഷം പോയാൽ മതി, കമല പറഞ്ഞു. അല്ലെങ്കിലും പരീക്ഷ ഇന്ന് കഴിഞ്ഞല്ലേ ഉള്ളൂ. ഉറക്കമിളച്ചും പഠിച്ചും നീ അങ്ങ് കോലം കെട്ടുപോയി മോനെ. 1-2 ആഴ്ച നല്ല പോലെ വിശ്രമിച്ച് ശരീരമൊക്കെ ഒന്ന് നന്നായതിനു ശേഷം പോയാൽ മതി. നിന്റെ ഈ പടുതി കണ്ടാൽ നിന്റെ അമ്മയ്ക്ക് വിഷമം തോന്നും. ഞാൻ ഇന്ന് എഴുതുന്നുണ്ട് അവൾക്ക്. ശരി അമ്മായി പറയും പോലെ. എന്തായാലും പരീക്ഷ കഴിഞ്ഞല്ലോ. ഇന്ന് വിസ്തരിച്ചെന്ന് ഉറങ്ങണം എനിക്ക്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാരം കഴിച്ച് കൈ കഴുകിയിട്ട് ഒരു വലിയ ഭാരം ശിരസിൽ നിന്നിറക്കി വെച്ച ലാഘവത്തോടെ വേണു ചാവടിയിലേക്ക് നടന്നു. അധ്യായം 52. എത്ര മണിക്കൂർ ഉറങ്ങിയെന്നറിയില്ല. ഉറങ്ങുകയാണെങ്കിൽ വിളിച്ചുണർത്തരുതെന്ന് അമ്മമ്മയോട് പ്രത്യേകം ചട്ടം കെട്ടിയിരുന്നു. കണ്ണു തുറന്നപ്പോൾ നല്ല വിശപ്പ് അനുഭവപ്പെട്ടു. രാവിലെ പ്രാതൽ കഴിച്ചിട്ട് കിടന്നതാണ്. ഇപ്പോൾ സമയം സായാഹ്നമാകാൻ തുടങ്ങുന്നു. വേണു എഴുന്നേറ്റ് തീൻമുറിയിൽ ചെന്നു. അമ്മമ്മ ചോറ് വിളമ്പി. എന്തൊരുറക്കാ വേണു ഇത്, ആഹാരം പോലും കഴിക്കാതെ? ഈ 1 വർഷത്തെ ഉറക്കം ഉണ്ട് കണ്ണില്, അതാ ഉറങ്ങി തീർക്കണ്ടേ? ഊണ് കഴിഞ്ഞ് സ്നേഹിതൻ എന്ന കഥാപുസ്തകവുമായി ചാവടി വരാന്തയിൽ ചെന്നിരുന്നു. നല്ല കാറ്റുണ്ടിവിടെ. അസ്തമിക്കാൻ പോകുന്ന സൂര്യന്റെ ശക്തി കുറഞ്ഞ വെളിച്ചവും. പരീക്ഷ കഴിയുന്നതുവരെ കഥാപുസ്തകം ഒന്നും വായിക്കയില്ലെന്ന വാശിയുണ്ടായിരുന്നു. കാരണം അത് വായിക്കാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാം മറന്ന് വായിക്കുമെന്നത് തന്നെ. ഇന്നിപ്പോൾ പരീക്ഷ കഴിഞ്ഞ സ്ഥിതിക്ക് സ്വസ്ഥമായിരുന്ന് കഥ വായിക്കാമല്ലോ. അവൻ തൂണിൽ ചാരിയിരുന്ന് വായിക്കാൻ തുടങ്ങി. അടുത്ത് നിന്ന് പിച്ചിപ്പൂവിന്റെ മണം വന്നപ്പോൾ അവൻ തല ഉയർത്തി നോക്കി. അപ്പോഴാണ് ഗായത്രി വന്നു നിൽക്കുന്നത് കണ്ടത്. അവൾ മുടി നീട്ടി പിന്നി പിച്ചിപ്പൂ ചൂടിയിരിക്കുന്നു. ഒരു വലിയ പാമ്പിനെ പോലെ മുടി ഇടത്തെ തോളിലൂടെ മുന്നോട്ട് നീണ്ടു കിടക്കുന്നു. ഈയിടെയായി വീട്ടിൽ പാവാടയും ധാവണിയുമാണ് വേഷം. ഈ പെണ്ണ് ഓരോ ദിവസവും വളരുകയാണോ? വേണുവേട്ടൻ പരീക്ഷ നന്നായി എഴുതിയോ? ഫസ്റ്റ് ക്ലാസ് കിട്ടുമോ?
കിട്ടണം. ഇനി എന്താ, പഠിക്കാൻ പോകണോ? ഇനി പഠിക്കാൻ പറ്റുമോ എന്നറിയില്ല. പഠിക്കുന്നെങ്കിൽ MAക്ക് പഠിക്കും, പ്രൈവറ്റായിട്ട്. എന്തായാലും റിസൾട്ട് വരട്ടെ. അടുത്തയാഴ്ച വീട്ടിലേക്ക് പോകുന്നു. അവളുടെ മുഖത്ത് നേർത്ത വിഷാദം പരക്കുന്നത് കണ്ടു. ആ വലിയ കണ്ണുകളിലും കവിൾത്തടങ്ങളിലും നോക്കിയിരുന്നപ്പോൾ ഈയിടെ അടിക്കടി തോന്നാറുള്ള ആ മോഹം തലയുയർത്തി. അയാൾ വേഗം പുസ്തകത്തിൽ നോക്കിയിരുന്ന് വായിക്കാൻ തുടങ്ങി. എന്തിനാ പ്രൈവറ്റായി പഠിക്കണേ? ഇവിടെ തന്നെ നിന്ന് പഠിച്ചുകൂടെ? അത് പറ്റില്ല. തല ഉയർത്തി നോക്കാതെ തന്നെ അയാൾ പറഞ്ഞു. ഇതെന്താ ഈ വായിക്കണേ വേണുവേട്ടാ? കഥാപുസ്തകം. ഹേയ്, കഥാപുസ്തകമാണോ? എനിക്കെന്തിഷ്ടമാണോ കഥ വായിക്കാൻ. ഒന്നിങ്ങ് തരൂ നോക്കട്ടെ. വേണ്ട, പഠിക്കുന്ന കുട്ടികൾ എന്തിനാ കഥാപുസ്തകം വായിക്കുന്നത്? പിന്നെ പഠിക്കാൻ തോന്നുകയില്ല. കഥ വായിച്ചുകൊണ്ടിരിക്കാനേ ഉള്ളൂ. ഞാൻ ഒന്ന് നോക്കട്ടെ വേണുവേട്ടാ. അവൾ പുസ്തകം കയ്യിൽ നിന്നും വലിച്ചെടുത്തു. ഇങ്ങ് തരൂ കുട്ടി, വായിക്കുന്നതിനിടയിൽ ശല്യപ്പെടുത്താതെ. ഞാൻ ഒന്ന് നോക്കിയിട്ട് തരാം. അവൾ പുസ്തകം മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. ഇങ്ങ് തരാനാ ഗായത്രിയോട് പറഞ്ഞത്. ഒന്ന് രസത്തോടെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാ അവൻ ഓടിച്ചെന്ന് കൈ എത്തിപ്പിടിച്ച് പുസ്തകം പിടിച്ചെടുക്കാൻ ആഞ്ഞപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടാൻ തുടങ്ങി. അവനും പിന്നാലെ ഓടി. കയ്യിൽ വന്നു പെട്ടത് അവളുടെ പിന്നിയിട്ട മുടിയാണ്. അവൻ പറഞ്ഞു, അവിടെ നിൽക്ക് മര്യാദയ്ക്ക്. പുസ്തകം ഇങ്ങ് താ. അവൻ മുടിയിൽ പിടിച്ച് അവളെ വലിച്ചടുപ്പിച്ചതും ഉറക്കറ ജനാലയ്ക്കൽ നിന്ന് സദാനന്ദന്റെ അലർച്ച കേട്ടതും ഒരുമിച്ചായിരുന്നു. എടാ തെണ്ടി, വിടടാ അവളെ. വേണു വേഗം മുടിയിലെ പിടിവിട്ട് അമ്മാവന്റെ ഉറക്കറയിലെ ജനാലയിലേക്ക് നോക്കി. അവിടെ തീക്കട്ടകൾ പോലെ ജ്വലിക്കുന്ന കണ്ണുകളുമായി നിൽക്കുന്നു അമ്മാവൻ. സദാനന്ദൻ വല്ലാത്ത ക്ഷോഭത്തോടെ പടിഞ്ഞാറേ മുറ്റത്തിറങ്ങി വന്നു. ഇങ്ങോട്ട് വാടാ തെണ്ടി. വേണു ഭയന്ന് അങ്ങോട്ട് നടന്നു ചെന്നു. അവന്റെ മുഖം വെള്ളക്കടലാസ് പോലെ വിളറി. ഗായത്രി പുസ്തകം കൊണ്ട് അകത്ത് വലിഞ്ഞു. സംഗതി എന്തെന്ന് മനസ്സിലാവാതെ കമലയും ചെറിയമ്മയും മുറ്റത്തിറങ്ങി വന്നു. സദാനന്ദൻ ഒരു സിംഹം അലറുന്നത് പോലെ അലറി. നിന്റെ കാര്യം കഴിഞ്ഞപ്പോൾ എന്തുമാകാമെന്നായി അല്ലേടാ? അവളുടെ ശരീരത്തിൽ തൊടാൻ നിനക്ക് എങ്ങനെ ധൈര്യം തോന്നിയടാ നായേ? നിന്റെ തന്ത ചെയ്തതുപോലെയുള്ള തെണ്ടിത്തരം കാണിക്കാമെന്നായിരിക്കും. ഈ നിമിഷം ഇറങ്ങണം ഇവിടുന്ന്. ഇനി നിന്നെ ഇവിടെ കണ്ടുപോകരുത്. കണ്ടാൽ കാല് തല്ലി ഒടിക്കും ഞാൻ. പറഞ്ഞേക്കാം, പിഴച്ചുണ്ടായ ഈ തെണ്ടിയെ വീട്ടിൽ കയറ്റിയ കാലത്തെ ഇതെനിക്ക് തോന്നിയതാണ്. അമ്മാവൻ അതുമാത്രം പറയരുത്. എന്നെ പിഴച്ച് പ്രസവിച്ചതല്ല. വേണു രോഷം കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു. നീ എന്നോട് മറുപടി പറയും അല്ലേടാ ശൗമേ? സദാനന്ദൻ അവന്റെ കവിളത്ത് ആഞ്ഞടിച്ചു. എന്തുണ്ടായി? കമല വെമ്പലോടെ ചോദിച്ചുകൊണ്ട് ഭർത്താവ് വീണ്ടും അവനെ അടിക്കാനായി ഉയർത്തിയ കയ്യിൽ പിടിച്ചു. നീയാണ് ഇതിനൊക്കെ കാരണക്കാരി. കണ്ട പട്ടികളെയൊക്കെ വീട്ടിൽ കയറ്റി നിർത്തിയിട്ട് അവൻ അവന്റെ തന്തയുടെ ഗുണം കാണിച്ചു. ഗായത്രിയെ കയറി പിടിക്കാൻ ഇവൻ എങ്ങനെ ധൈര്യം തോന്നി? നോക്കി കമലയ്ക്ക് അത് വിശ്വസിക്കാനായില്ല. അവൾ അത്ഭുതത്തോടെ ചോദ്യഭാവത്തിലും എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ പൊന്നനുജത്തി പാർവതിയാണ് ഈ സത്യം. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഞാൻ വെറുതെ ഇരുന്ന് കഥാപുസ്തകം രസത്തോടെ വായിക്കുകയായിരുന്നു. ഗായത്രി വന്ന് എന്റെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിച്ചുകൊണ്ടോടി. പുസ്തകം പിടിച്ചെടുക്കാൻ ഞാൻ ആഞ്ഞപ്പോൾ അവളുടെ മുടിയിലാണ് പിടികിട്ടിയത്. അമ്മാവൻ ജനാലയിലൂടെ അത് കണ്ടു. അത്രേ നടന്നുള്ളൂ. അമ്മായി ഗായത്രിയെ വിളിച്ചു ചോദിച്ചു നോക്കൂ. ഗായത്രി പിന്നിലുണ്ടായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആണമ്മേ, ഞാൻ വെറുതെ തമാശയ്ക്ക് പുസ്തകം തട്ടിയെടുത്ത് ഓടിയതാണ്. വേണുവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കമലയുടെ മുഖത്തെ നീരസം മഞ്ഞുപോലെ ഉരുകിപ്പോയി. അവൾ പറഞ്ഞു. നീ എന്തിനാണ് അമ്മാവനോട് മറുപടി പറയാൻ പോയത്? അതല്ലേ തല്ലുകിട്ടിയത്? എന്തും ഞാൻ സഹിക്കാം അമ്മായി. എൻ്റെ അമ്മയെയും അച്ഛനെയും പറയുന്നത് എനിക്ക് സങ്കടമാണ്. ഞാൻ പിഴച്ചുണ്ടായതാണെന്ന്. അത് കേട്ടപ്പോൾ പെട്ടെന്നുണ്ടായ വിഷമത്തിൽ പറഞ്ഞെന്നേ ഉള്ളൂ. പോട്ടെ, നീ വിഷമിക്കാതെ. അമ്മാവൻ മുൻകോപിയാണെന്ന് നിനക്കറിയാമല്ലോ. അകത്തു നിന്നും ഭർത്താവ് അലറി പറയുന്നത് കമല കേട്ടു. വണ്ടിക്കൂലി ഇങ്ങെടുത്തു കൊടുക്ക്. സ്ഥലം വിടട്ടെ ഇവൻ ഈ നിമിഷം തന്നെ. നിന്നെ വേണം ഇതിനൊക്കെ പറയാൻ. അയാൾ പല്ലുകൾ ഞെരിച്ചു. 5 വർഷത്തിന്റെ ഈ അവസാന ദിവസം മനസ്സിനെ ആകെ കടപുഴക്കി കളയുന്ന ഈ സംഭവം ഉണ്ടായല്ലോ എന്നോർത്ത് വേണു ഏറെ വിഷമിച്ചു. കാര്യം അറിയാതെയാണ് അമ്മാവൻ ദേഷ്യപ്പെട്ടത്. എന്തൊക്കെയാണ് തന്നെ വിളിച്ചത്? താൻ തെണ്ടിയെന്നും നായിയുമൊക്കെയായി. അതിലൊന്നും തനിക്ക് വിഷമമില്ല. താൻ പിഴച്ചുണ്ടായതാണത്രേ. അതെങ്ങനെ സഹിക്കും? അച്ഛനമ്മയെ അഗ്നിസാക്ഷിയാക്കി വിവാഹം കഴിച്ചില്ലെന്ന് ഇരിക്കും.
അമ്മാവന്മാർ അമ്മയുടെ മനസ്സിൽ ജ്വലിപ്പിച്ചു കൊടുത്ത ദുഃഖാഗ്നി ധാരാളം മതിയായിരുന്നു അവരുടെ വിവാഹത്തിന് സാക്ഷിയായിട്ട് എന്ന് പറയാൻ തോന്നിയതാണ്. കമലമ്മായി ഓർത്തു മാത്രമാണ് കൂടുതലൊന്നും പറയാതിരുന്നത്. ദേഷ്യം ലാവ് പോലെ മനസ്സിൽ തിളച്ചു പൊങ്ങിയതാണ്. അച്ഛൻ കാണിച്ച തെണ്ടിത്തരം മകനും കാണിച്ചുവത്രേ. സദാനന്ദൻ അമ്മാവന് മാത്രമേ അഭിമാനവും മുൻകോപവും ഒക്കെ പാടുള്ളൂ. മറ്റുള്ളവർക്ക് ഇതൊന്നും ഉണ്ടായിക്കൂടെ? തേക്കങ്കാട് മഠത്തിലെ ജീനുകൾ തൻ്റെ ശരീരത്തിലുമുണ്ട്. പക്ഷേ ഒന്നും പറയാൻ നിവൃത്തിയില്ലാതായിപ്പോയി. കാര്യം കഴിഞ്ഞപ്പോൾ നന്ദികേട് കാണിച്ചെന്ന് അമ്മായിക്കെങ്കിലും തോന്നരുതല്ലോ. അമ്മാവനിൽ നിന്നും ധാരാളം ശകാരം കിട്ടിക്കാണും അവർക്ക്. അവരോട് തനിക്ക് കടപ്പാടുണ്ട്. തൻ്റെ അമ്മയും അച്ഛനുമെല്ലാം അവരോട് കടപ്പാടുണ്ട്. അതുകൊണ്ട് താൻ ഇനി ഒന്നും പറയില്ല. മാമൻ തന്നെ എന്തൊക്കെ വിളിച്ചാലും ഒന്നും പറയില്ല. മരിക്കുന്നത് വരെ തല്ലിയാലും സഹിക്കും. അവരെ ഓർത്തു മാത്രം. ഇന്ന് അത്രയും പറഞ്ഞതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് നാളെ ഇവിടുന്ന് ഇറങ്ങണം. എത്ര കരുതിയാണ് താൻ 5 വർഷം ഇവിടെ കഴിച്ചുകൂട്ടിയത്. തൻ്റെ പക്ഷത്തു നിന്നും ഒരു വീഴ്ച വരാതിരിക്കാൻ താൻ എത്രമാത്രം ശ്രദ്ധിച്ചു. എന്നിട്ട് ഈ അവസാന നിമിഷത്തിൽ കഠിനമായ സങ്കടം വേണുവിൻ്റെ ഖണ്ഡത്തോളം എത്തി വല്ലാതെ വേദനിപ്പിച്ചു. കമലയും ചെറിയമ്മയും എത്ര നിർബന്ധിച്ചിട്ടും അവൻ ആഹാരം കഴിച്ചില്ല. രാവിലെ ഉണർന്നയുടനെ അവൻ നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഉടുപ്പുകളും പുസ്തകങ്ങളും പെട്ടിയിലെടുത്തു വെച്ച് അവൻ ചാവടി പൂട്ടി വീട്ടിലേക്ക് നടന്നു. കമലമ്മായി അടുക്കളയിലില്ല. തളത്തിലേക്ക് നടക്കവേ പൂജാമുറിയുടെ വാതിൽ തുറന്ന് അവർ അകത്തേക്ക് കടക്കുന്നത് കണ്ടു. കുളിച്ച് ഈറൻ മുടി തോർത്തുകൊണ്ട് ചുറ്റി കെട്ടിയിട്ടുണ്ട്. വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടേ ഇനി അവർ വെളിയിൽ വരൂ. അവൻ പൂജാമുറിയുടെ വാതിൽക്കൽ കാത്തു നിന്നു. മുരളീകൃഷ്ണന് മുന്നിലെ തിരികൾ കത്താൻ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞ് കർപ്പൂരച്ചീളുകൾ കത്തിച്ച് ആരതി ഒഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ വേണുവിനെ കണ്ടു. കയ്യിൽ പെട്ടിയും തൂക്കിപ്പിടിച്ച് അവൻ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. മുറിയിൽ കയറി ആരതി തൊഴുത് നമസ്കരിക്കുക വേണു. അവൻ പെട്ടി താഴെ വെച്ച് അകത്ത് കയറി. കൈപ്പത്തികൾ ആരതി ജ്വാലയ്ക്ക് മുകളിൽ കാണിച്ച് കണ്ണുകളിൽ വെച്ചു. അവൻ കമലമ്മായിയുടെ മുഖത്ത് നോക്കി. ദേവിയുടെ തേജസ്സുള്ള അവരുടെ മുഖത്ത് കുങ്കുമപ്പൂക്കളുടെ നിറമാർന്ന നിറഞ്ഞ മിഴികൾ. മുരളീകൃഷ്ണനു മുന്നിൽ നമസ്കരിക്കാൻ ആഞ്ഞ അവൻ്റെ ശരീരം അവരുടെ പാദങ്ങളിലാണ് സാഷ്ടാംഗം വീണത്. അവൻ ആ പാദം തൊട്ട് നമസ്കരിച്ചു. എന്താണിത് വേണു? മോനെ എഴുന്നേൽക്ക്, അവൾ ചിലമ്പിച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവൻ എഴുന്നേറ്റു. ഞാൻ പോകുന്നു അമ്മായി. അമ്മായിയെങ്കിലും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു തെറ്റും ചെയ്യാതെ ഇവിടുന്ന് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അവൻ ഗദ്ഗതത്തോടെ പറഞ്ഞു. അമ്മായിയോട് എനിക്കെന്നും നന്ദിയുണ്ടായിരിക്കും. കമലയ്ക്ക് സംസാരിക്കാനായില്ല. അവൻ അമ്മമ്മയെ അന്വേഷിച്ചു. തളത്തിലെങ്ങുമില്ല. അപ്പൂപ്പൻ്റെ മുറിയുടെ വാതിൽക്കൽ ചെന്നു. അമ്മമ്മ കട്ടിലിരുന്ന് കരയുകയാണ്. അവൻ അകത്ത് കയറി. അവർ കണ്ണീരോടെ അവൻ്റെ തല തഴുകി. ഇന്ന് തന്നെ പോകണോ മോനെ നിനക്ക്? പോകണം അമ്മമ്മേ. ഞാൻ ഒരു ഉദ്ദേശത്തിനായി വന്നു. അത് കഴിഞ്ഞില്ലേ? ഇനിയും നിന്നാൽ കമല അമ്മായിക്ക് ഇറക്കാനും തുപ്പാനും വയ്യാത്ത അവസ്ഥയാകും. ചെറിയമ്മ കണ്ണീരോടെ പറഞ്ഞു. എൻ്റെ ശിലോലിഖിതമാണിത്. ഒരിക്കലും പൂർണ്ണമായ സന്തോഷം ദൈവം നിന്റെ അമ്മമ്മയ്ക്ക് തരില്ല. അവൻ നിശബ്ദനായി. അവരുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ച് തളത്തിലേക്ക് നടന്നു. തളത്തിൽ ഗായത്രി ഉണ്ടായിരുന്നു. അവൻ അമ്മാവനോട് യാത്ര പറയാൻ തളത്തിലൂടെ മുറിയുടെ നേർക്ക് നടക്കവേ അവൾ പറഞ്ഞു. ഞാൻ കാരണമാണ് വേണുവേട്ടന് വഴക്ക് കിട്ടിയത്. എന്നോട് ക്ഷമിക്കണം. എനിക്ക് സങ്കടമുണ്ട്. അവളുടെ മുഖത്ത് നോക്കാതെ അവൻ പറഞ്ഞു. സാരമില്ല. അവൾ പിന്നിൽ നിന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. വേണുവേട്ടനോട് ഒരു കാര്യം ഞാൻ പറയട്ടെ? അവൻ നിന്നു. വേണുവേട്ടനെ എനിക്കിഷ്ടമാണ്. അവൻ നിസ്സംഗതയോടെ മൂളി. അവൻ അമ്മാവൻ്റെ മുറിയുടെ വാതിൽക്കൽ ചെന്നു നിന്നു. ഞാൻ പോകുന്നു. 5 വർഷങ്ങൾക്കുള്ളിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണം. മറുപടി ഉണ്ടായില്ല. അവൻ പൂമുഖത്ത് നിന്നും മുറ്റത്തിറങ്ങി. കമല അവനോടൊപ്പം നടന്നു ചെന്ന് ഒരു പൊതി അവൻ്റെ കയ്യിൽ കൊടുത്തു. കുറച്ച് രൂപയുണ്ട്. അമ്മയെ ഏൽപ്പിക്കണം. പിന്നെ നടന്നതൊന്നും അമ്മയോടോ അച്ഛനോടോ പറയണ്ട. അവർക്ക് വിഷമം തോന്നും. അമ്മായിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല മോനെ. ഒരു തെറ്റിദ്ധാരണയുമില്ല. സ്നേഹമേ ഉള്ളൂ. ജോലിയൊക്കെ കിട്ടുമ്പോൾ അമ്മായിയെ അറിയിക്കണം. തീർച്ചയായും. അമ്മായിയെ ഞാൻ മറക്കില്ല. ലോകത്തിൽ വേറെ എന്തിനെ മറന്നാലും സത്യം.
അവൻ നടന്നു. ഗേറ്റ് നടന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വടക്കേ വരാന്തയിൽ ഗായത്രി നിൽക്കുന്നത് കണ്ടു. അവൾ ധാവണിത്തുമ്പുകൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ടു. മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. ഉള്ളിൽ എന്തൊക്കെയോ വീണുടയുന്നത് പോലെ. വിലക്കപ്പെട്ട ചില മോഹങ്ങളുടെ നുറുങ്ങുകൾ. അവൻ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. അവളുടെ നിറമിഴികൾ തൻ്റെ മനസ്സുവരെ നീണ്ടുവരുന്നുണ്ട്. അവൻ മന്ത്രിച്ചു, എൻ്റെ കുട്ടി, നിന്നെ എനിക്കും ഇഷ്ടമാണ്. അധ്യായം 53. അച്ഛൻ്റെയും തുടർന്ന് അമ്മയുടെയും മരണം. ഓർമ്മയായ കാലം മുതൽ അച്ഛൻ തനിക്ക് ഗുരുവും സ്നേഹിതനും ഒക്കെയായിരുന്നു. തനിക്ക് നൽകിയിരുന്ന കൊച്ചു കൊച്ചു ഉപദേശങ്ങൾ, അവ രത്നത്തേക്കാൾ വിലപിടിപ്പുള്ളവയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുമ്പോൾ തന്നെ മുന്നോട്ട് നയിച്ചിരുന്ന വെളിച്ചം. ഒരു പാരമ്പര്യ സ്വത്തുപോലെ ആ ഉപദേശങ്ങളെല്ലാം താൻ ഗായത്രിക്കും ലക്ഷ്മിക്കും കൊടുത്തിട്ടുണ്ട്. തൻ്റെ അച്ഛൻ്റെ കൈവശം തനിക്കും തൻ്റെ മക്കൾക്കും തരാൻ അതുമാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. വാർദ്ധക്യം ബാധിച്ചിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് അച്ഛൻ യാത്രയാകുമെന്ന് വിചാരിച്ചില്ല. മരിക്കുന്നതിൻ്റെ തലേന്ന് പോലും അച്ഛൻ്റെ കത്ത് തനിക്ക് കിട്ടിയതാണ്. അക്ഷരങ്ങൾക്കെല്ലാം നല്ല വടിവ് അപ്പോഴും ഉണ്ടായിരുന്നു. സഹോദരൻ്റെ ഫോൺ വന്നയുടനെ അദ്ദേഹം കാറുമായി വീട്ടിലെത്തി. ലക്ഷ്മിയെയും ഗായത്രിയെയും സ്കൂളിലും കോളേജിലും ചെന്ന് വിളിച്ച് ഉടനെ നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ പാതിരാത്രി കഴിഞ്ഞിരുന്നു. ആരും ഉറങ്ങിയിരുന്നില്ല. അനിയത്തിയും കുടുംബവും എത്തിയിട്ടുണ്ട്. അച്ഛൻ കട്ടിലിൽ കിടക്കുന്നു. വല്ലാതെ പ്രയാസപ്പെട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. തങ്ങളെ കണ്ടപ്പോൾ ആശ്വാസത്തോടെ ചിരിക്കാൻ ശ്രമിച്ചു. ഗായത്രിയെയും ലക്ഷ്മിയെയും തലോടാൻ ഉയർത്തിയ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അച്ഛാ, എത്ര പ്രയാസപ്പെട്ടാണ് താൻ വിളിച്ചത്. തൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോയിരുന്നു. താൻ കരയുകയായിരുന്നെന്ന് താൻ പോലും അറിഞ്ഞിരുന്നില്ല. അച്ഛൻ പതിവ് പോലെ തൻ്റെ തല തലോടാൻ കൈകൾ ഉയർത്തി വിക്കി വിക്കി പറഞ്ഞു. കരയരുത് കമലു, ദൈവം നിന്നെ എന്നും അനുഗ്രഹിക്കും. നീ തലോടാനുയർത്തിയ കൈത്തലം തൻ്റെ ശിരസ്സുവരെ എത്തിയില്ല. വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയത് അച്ഛൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. തങ്ങൾ വീട്ടിൽ എത്തുന്ന ആ മുഹൂർത്തത്തിനു വേണ്ടി മാത്രം കാത്തുകിടക്കുകയായിരുന്നു അച്ഛൻ. തന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം. നോക്കി നോക്കി നിൽക്കെ ആ ശരീരം നിശ്ചലമായി. പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുക്കുവാനല്ലാതെ ഒന്ന് ഉറക്കെ കരയാൻ പോലും തനിക്ക് ശക്തി പോരായിരുന്നു. തൻ്റെ അച്ഛൻ്റെ ഓമന മകളായിരുന്നു താൻ. കട്ടിലിൻ്റെ ഓരത്തിരുന്ന് അമ്മ ഒരു ശില കണക്കെ നിശബ്ദയായി ഇരിക്കുന്നത് കണ്ടു. വരൾച്ച ബാധിച്ചതുപോലെ അമ്മയുടെ കണ്ണുകൾ നനയാതിരിക്കുന്നത് കണ്ടപ്പോൾ ഭയവും അത്ഭുതവും തോന്നി. അച്ഛൻ്റെ നിഴലിൽ മാത്രം ജീവിച്ച് ശീലിച്ച അമ്മ, അച്ഛൻ പറയുന്നതിനപ്പുറം ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത അമ്മ. എന്നിട്ട് അച്ഛൻ്റെ ചേതനയേറ്റ ശരീരം നോക്കി ഒരു ഭാവഭേദവും ഇല്ലാതെ ഇരിക്കുന്നു. സഹോദരൻ ശേഷക്രിയകൾ ചെയ്യുന്നതും പിന്നെ ബ്രാഹ്മണർ ശരീരം ഉയർത്തുന്നതും നോക്കി നിർവികാരിയായി അമ്മ അടുത്തു തന്നെ നിന്നു. സഹോദരന് അറിയാൻ വയ്യാത്ത ചില കർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയുമുണ്ടായപ്പോൾ അത്ഭുതപ്പെട്ടു. ഏതോ ദൃഢവിശ്വാസത്തിൻ്റെ ഉറപ്പിലായിരുന്നു അമ്മ അങ്ങനെ നിന്നത്. അടുത്ത രാത്രി അമ്മ കുളി കഴിഞ്ഞ് പുടവയുമുടുത്ത് ഇടനാഴിയിൽ ഭിത്തിയിൽ ചാരിയിരുന്നു. അന്ന് ജലപാനം പോലും അമ്മ ചെയ്തിരുന്നില്ല. അമ്മയുടെ നെറ്റിയിൽ മായാതെ കിടന്നിരുന്ന ചുവന്ന കുങ്കുമപ്പൊട്ടും സീമന്തരേഖയിലെ സിന്ദൂരവും അപ്രത്യക്ഷമായത് കണ്ടപ്പോൾ ഹൃദയം മുറിഞ്ഞു പോകുന്ന വേദന തോന്നി. വിധവയുടെ വേഷത്തിൽ തൻ്റെ അമ്മയുടെ അലങ്കാരവും ഐശ്വര്യവും എല്ലാം അച്ഛനായിരുന്നു. അമ്മ ദൃഷ്ടികൾ മേൽപോട്ടുയർത്തി ഇരുന്നു. അല്പം കഴിഞ്ഞ് തന്നെ വിളിച്ചു. കമലു, തല കറങ്ങണല്ലോ കുട്ടി എനിക്ക്. ചാഞ്ഞു വീഴാൻ തുടങ്ങിയ അമ്മയെ താങ്ങിപ്പിടിച്ച് അമ്മയുടെ ശിരസ് തൻ്റെ മടിയിൽ വെച്ചു. ദൃഷ്ടികൾ മറഞ്ഞു മറഞ്ഞു പോകുന്നത് താൻ ഭയത്തോടെ നോക്കി. അവസാനം അമ്മ തീരെ ദുർബലമായ ശബ്ദത്തിൽ പറയുന്നത് കേട്ടു. ദാ ഞാനും വരികയാണ്. പിന്നെ അമ്മയുടെ ശരീരത്തിൻ്റെ ചലനവും നിലച്ചു. ആരോടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്? അച്ഛനോടോ? നേരത്തെ പറഞ്ഞു വെച്ച ഒരു കരാറ് പോലെ അച്ഛൻ്റെ പിന്നാലെ തന്നെ ഒട്ടും വൈകാതെ അമ്മയും പുറപ്പെട്ടു. തൻ്റെ ഉറവിടങ്ങൾ രണ്ടും പൊടുന്നനെ കാലത്തിലേക്ക് മറഞ്ഞു. താങ്ങാനായില്ല ഒട്ടും. അപ്പോഴും ധൈര്യം പകർന്നു തന്നതും വെളിച്ചം കാണിച്ചതും അച്ഛൻ്റെ വാക്കുകൾ തന്നെ. അധൈര്യപ്പെടരുത് കമലു ഒന്നിലും. രണ്ടുപേരുടെയും മരണ അടിയന്തരം കഴിഞ്ഞാണ് വീട്ടിലേക്ക് മടങ്ങിയത്.
അവസാന ദിവസം വീട്ടിലേക്ക് തിരിക്കാൻ ഒരുങ്ങവെയാണ് രവീന്ദ്രനും വേണുവും വന്നു കയറിയത്. രവീന്ദ്രൻ പറഞ്ഞു, ഇന്നാണ് ഞങ്ങൾ അറിയുന്നത്. ഉടനെ ഇങ്ങോട്ട് പുറപ്പെട്ടു. പാർവതിക്ക് തീരെ സുഖമില്ല. അതുകൊണ്ട് സീമന്തിനിക്ക് വരാൻ പറ്റിയില്ല. അല്പനിമിഷം അവരോട് സംസാരിച്ചുകൊണ്ട് നിന്നു. അദ്ദേഹം നീരസത്തോടെ വേഗം പുറപ്പെടാനുള്ള ധൃതി കാണിച്ചു. രവീന്ദ്രനെയോ വേണുവിനെയോ ഒന്ന് നോക്കുക പോലും ചെയ്യാനുള്ള സാമാന്യ മര്യാദ അദ്ദേഹം കാണിച്ചില്ല. വിഷമം തോന്നിയില്ല. ഈ സ്വഭാവം താൻ പരിചയപ്പെട്ട് കഴിഞ്ഞു. വേണു അടുത്തു വന്നു സന്തോഷത്തോടെ പറഞ്ഞു, അമ്മായി, എനിക്ക് ബാങ്കിലെ ഉദ്യോഗത്തിന് സെലക്ഷൻ കിട്ടി. നിയമനമാവുമ്പോൾ ഞാൻ എഴുതാം. ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് കത്ത് കിട്ടിയതേ ഉള്ളൂ. ഓഫീസർ പോസ്റ്റ് തന്നെ കിട്ടി. നന്നായി നന്നായി. ഇനി നല്ലത് വരും. നിങ്ങൾക്കൊക്കെ കത്തയക്കണം. അമ്മയെ എൻ്റെ സ്നേഹം അറിയിക്കണം. ഞാൻ ഇറങ്ങുന്നു. അമ്മാവൻ ധൃതി കൂട്ടുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ കമല ദുഃഖത്തോടെ ഓർത്തു, ഇനി ജന്മഗൃഹത്തിലേക്ക് വല്ലപ്പോഴുമുള്ള പോക്ക് പോലും ഉണ്ടാവില്ല. തേക്കങ്കാട് മഠത്തിലെത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വേണുവിൻ്റെ ഒരു കത്ത് കിട്ടി. അവന് നിയമനം കിട്ടിയെന്നും മദ്രാസിലാണ് നിയമിച്ചിരിക്കുന്നതെന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഒടുങ്ങാത്ത നന്ദിയും. പിന്നെ വിവരം ചെറിയമ്മയോട് പറഞ്ഞു. അവരുടെ സന്തോഷത്തിന് അതിർ ചക്രവാളത്തിലെവിടെയോ ആണ്. അടുത്ത ദിവസം തന്നെ സീമന്തിനിയുടെ കത്ത് കിട്ടി. കടപ്പാടുകൾ അറിയിച്ചുകൊണ്ട്. 2 വർഷമായി വേണു ഇവിടുന്ന് പോയിട്ട്. ജോലിക്ക് വേണ്ടി 2 വർഷം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ഒരു നല്ല ജോലി തന്നെ അവന് കിട്ടിയല്ലോ എന്നോർക്കുമ്പോൾ സന്തോഷം തോന്നുന്നു. തൻ്റെ സന്തോഷം മക്കളും ചെറിയമ്മയുമായി അവൾ പങ്കിട്ടു. ഭർത്താവിനോട് വിവരം പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. പറയാതിരിക്കേണ്ട. വൈകുന്നേരം ചായയുമായി മുറിയിൽ ചെന്നപ്പോൾ പറഞ്ഞു, വേണുവിൻ്റെ കത്തുണ്ട്. അവന് ജോലി കിട്ടി, ബാങ്കിൽ ഓഫീസറായിട്ട്. നീ മേശപ്പുറത്ത് നിന്നും ആ അക്കൗണ്ട് ബുക്കിംഗ് എടുത്തേ. താൻ പറഞ്ഞതിനോട് ഒരു പ്രതികരണവുമില്ല. കേട്ടതിനെല്ലാം മറുപടി. പിന്നെ ഒന്നും പറയാതെ ബുക്ക് എടുത്ത് കൊടുത്തിട്ട് അവൾ തളത്തിലേക്ക് നടന്നു. ഒരു സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ ദീപം കൊളുത്തുകയായിരുന്നു കമല. ഭർത്താവിൻ്റെ കാർ മുറ്റത്ത് വന്നു നിന്നു. അയാൾ കാറിൽ നിന്നിറങ്ങിയപ്പോൾ ചോദിച്ചു, എന്താ ഇന്ന് നേരത്തെ? വൈകുന്നേരത്തെ ചായ കുടിച്ചു കഴിഞ്ഞ് പോയാൽ രാത്രി വളരെ വൈകിയേ വീട്ടിലെത്തുക പതിവുള്ളൂ. സദാനന്ദൻ മറുപടി പറയാതെ സംഭ്രമത്തോടെ മുറിയിലേക്ക് നടന്നു. എന്തോ അനിഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് ഭർത്താവിൻ്റെ മുഖം വിളിച്ചു പറയുന്നുണ്ട്. അവൾ വെമ്പലോടെ അയാളുടെ പിറകെ നടന്നു. മുറിയിൽ കയറിയ പാടെ ഷൂസ് പോലും അഴിക്കാതെ അയാൾ കട്ടിലിൽ കയറി കിടന്നു. കമല വല്ലാതെ ഭയപ്പെട്ടു പോയി. എന്തു പറ്റി നിങ്ങൾക്ക്? വല്ല അസുഖവും? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. അയാൾ പറഞ്ഞു, എല്ലാം നശിച്ചു. എന്തു പറ്റിയെന്ന് പറ. ഈയിടെയായി പൊതുവെ ബിസിനസ് മോശമായി വരികയായിരുന്നു. കൂനിന്മേൽ കുരുവെന്ന പോലെ. ചരക്കുകൊണ്ട് വിദേശത്തേക്ക് പോയ കപ്പൽ മുങ്ങിയെന്ന്. എത്ര കോടിയുടെ നഷ്ടമാണ് ദൈവമേ. അത്രയുള്ളോന്ന്? നിനക്കത് നിസ്സാരമാണ് അല്ലേ? കഴുതയാണ് നീ ചില സമയത്ത്. മരക്കഴുത. നിങ്ങൾക്ക് വല്ല അസുഖവുമാണെന്നാണ് ഞാൻ പേടിച്ചത്. ഇതാണെന്നറിഞ്ഞപ്പോൾ ആശ്വാസം തോന്നിയത് കൊണ്ട് അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. നഷ്ടം വന്നതിൽ വിഷമമില്ലാഞ്ഞിട്ടല്ല. വലിയേട്ടൻ ആകെ തകർന്നിരിക്കുകയാണ്. ഈ വിവരമറിഞ്ഞത് സേതുവേട്ടനാണ് ഫോണിൽ വിവരമറിയിച്ചത്. കണക്കെടുത്ത് നോക്കിയാലേ അറിയൂ എത്ര രൂപയുടെ നഷ്ടമാണെന്ന്. അയാൾ കൈത്തലം നെറ്റിയിൽ വെച്ച് കണ്ണുകൾ അടച്ചു കിടന്നു. കമലയ്ക്ക് വിഷമം തോന്നി. തേക്കങ്കാട് മഠത്തിന്റെ യശസ് നിലനിർത്തിക്കൊണ്ടു പോകുന്ന ബിസിനസ്സിന് കോട്ടം തട്ടുന്നത് തനിക്കും സങ്കടകരമാണ്. വീതം വെച്ചു പിരിഞ്ഞെങ്കിലും ബിസിനസ് ഇപ്പോഴും കൂട്ടമായി തന്നെയാണ് നടത്തുന്നത്. സേതുവേട്ടന്റെ താമസ സ്ഥലത്തും ഇവിടെ പട്ടണത്തിലും ഉടൻ കമ്പനിയുടെ ശാഖകൾ. ഈ നഷ്ടത്തിന്റെ പ്രത്യാഘാതം എങ്ങനെയൊക്കെ ആണാവോ വന്നു ഭവിക്കാൻ പോകുന്നത്. ഭർത്താവിന്റെ ദുഃഖഭാവം കണ്ടപ്പോൾ അവൾ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ഇങ്ങനങ്ങ് വിഷമിച്ചാലോ? ബിസിനസ്സായാൽ നഷ്ടം ഉണ്ടായെന്ന് വരും. ധാരാളം ലാഭം കിട്ടിയതല്ലേ. നഷ്ടം വരുമ്പോൾ സഹിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആലോചിച്ച് വിഷമിച്ചിരുന്നാൽ ശരീരത്തിനും മനസ്സിനും ക്ഷീണം തോന്നും. അയാൾ നീരസത്തോടെ പറഞ്ഞു, എല്ലാ കാര്യത്തിലും നിന്റെ ഒരു വേദാന്തം. നിനക്ക് മനസ്സിലാവത്തില്ല. ഈ വക കാര്യങ്ങളൊന്നും. ചില്ലറ നഷ്ടമല്ല വന്നിരിക്കുന്നത്. ബിസിനസ് തന്നെ പൊളിയുമോ എന്നറിയില്ല. അല്ലെങ്കിൽ കുറെ നാളായി ബിസിനസ് മങ്ങി വരികയായിരുന്നു. വിഷമിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നീ ഒന്നും മിണ്ടാതിരിക്കുക കമലേ.
ഞാനൊന്ന് സ്വസ്ഥമായി കിടക്കട്ടെ. തലയാകെ വല്ലാതാകുന്നത് പോലെ കമലയുടെ മനസ്സിലും വിഷാദത്തിന്റെ ഓളങ്ങളുണ്ടായി. ചെറിയമ്മ ചോദിച്ചു, എന്തേ കമലേ, ഇന്ന് സദാനന്ദൻ നേരത്തെ വന്നത്? നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? ചെറിയമ്മയുടെ സംഗതി പറഞ്ഞപ്പോൾ കമലയുടെ ശബ്ദം ഇടറി. നമ്മുടെ ചരക്കും കൊണ്ട് വിദേശത്തേക്ക് പോയ കപ്പൽ നശിച്ചുവത്രേ. ഭയങ്കര നഷ്ടമുണ്ടാകുമെന്നാ തോന്നുന്നത്. അയ്യോ, ഊവോ കമലേ. ഈശ്വര, എന്താ ഈ കേൾക്കണേ? കാരണവരുടെ കാലം മുതൽക്കേയുള്ള കച്ചവടമാ. നഷ്ടം എന്നൊന്ന് ഉണ്ടായിട്ടുള്ളതായി തോന്നണില്ല. വിഷമിച്ചു കിടക്കുകയാണോ സദാനന്ദൻ? ചെറിയമ്മയുടെ മുഖത്തും സങ്കടത്തിന്റെ കരിനിഴൽ പരന്നു. ഭർത്താവ് ഇത്രയും അസ്വസ്ഥനാവുന്നത് ഇത്രയും വർഷത്തിനിടയിൽ താൻ ആദ്യമായിട്ട് കാണുകയാണ്. കമലയ്ക്ക് ഒന്നിലും സന്തോഷം തോന്നിയില്ല. വീട്ടുകാര്യങ്ങൾ നോക്കാൻ പോലും ഉള്ള മനസാന്നിധ്യം നഷ്ടമായതുപോലെ. ഇതുവരെ താൻ മനസ്സിലാക്കാതിരുന്ന ഒരു പരമാർത്ഥം ഇന്ന് കമലയുടെ മനസ്സിൽ തെളിഞ്ഞു. ഭർത്താവിന്റെ സന്തോഷവും തന്റെ ഇടവും സ്വാർത്ഥതയും അഹങ്കാരവും ഒക്കെയായിരുന്നു തന്റെ ശക്തി, തന്റെ ബലം. അദ്ദേഹം അസ്വസ്ഥനാവുമ്പോൾ ധൈര്യവും ശക്തിയും നഷ്ടപ്പെടുന്നത് തനിക്കാണ്. അദ്ദേഹത്തിന്റെ എതിർപ്പുകൾ പോലും തനിക്ക് ശക്തി തരും. അവൾ ദുഃഖത്തോടെ ദീർഘമായി നിശ്വസിച്ചു. പിറ്റേന്ന് രാവിലെ ഒരു കാർ തേക്കുംകാട് മഠത്തിന് മുന്നിലെത്തി. വലിയേട്ടനും സേതുവേട്ടനും ഇറങ്ങി വന്നു. പൂമുഖത്തിരുന്ന 3 പേരും ശക്തി കുറഞ്ഞ ഭാഷയിൽ ചർച്ചകൾ നടത്തുന്നു. എല്ലാവരുടെയും മുഖത്തെ ഗൗരവത്തിന് കറുത്ത തിരശീല വീണതുപോലെ. അവരുടെ പതിഞ്ഞ സംസാരത്തിൽ നിന്നും ഒന്നല്ല പല പ്രശ്നങ്ങൾ അവരുടെ മുന്നിലുണ്ടെന്ന് കമല മനസ്സിലാക്കി. അഹങ്കാരികളായിരുന്നെങ്കിലും ഇവരുടെ ഈ മുഖങ്ങൾ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. കമല തളത്തിലെ സിമന്റ് തറയിൽ നെടുവീർപ്പോടെ ഇരുന്നു. അധ്യായം 54. തേക്കുംകാട് മഠത്തിന്റെ സുവർണകാലത്തിന് മങ്ങലേൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബിസിനസിന്റെ പോക്ക് കുത്തനെ താഴോട്ടായി തുടങ്ങി. നിർഭാഗ്യങ്ങൾ വരുന്നത് എപ്പോഴും കൂട്ടത്തോടെയാണല്ലോ. സേതുവേട്ടൻ കാണിച്ച ചില ക്രമക്കേടുകളാണ് ബിസിനസിനെ പ്രതികൂലമായി ബാധിച്ചത്. വലിയേട്ടന്റെയോ സദാനന്ദന്റെയോ ഒരറിവ് കൂടാതെ ബിസിനസിന്റെ മൂലധനത്തിൽ നിന്നും വൻ തുകകൾ എടുത്ത് ഏതോ സ്വകാര്യ ബിസിനസിന് മുടക്കി ദീപാവലി കുളിച്ചു കളഞ്ഞു. എന്തെല്ലാം വീഴ്ചകളാണ് ഉണ്ടായതെന്ന് കമലയ്ക്കറിയില്ല. ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊന്നും തനിക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഒന്നു മാത്രമറിയാം, തേക്കുംകാട് മഠത്തിന്റെ ആസ്തി ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ബിസിനസിന് അതികഠിനമായ ക്ഷീണകാലം തുടങ്ങിയിരിക്കുന്നു. തൊഴിലാളികളുടെ സമരത്തെ തുടർന്ന് കമ്പനി പൂട്ടിയിടേണ്ടിയും വന്നു. ബിസിനസ് രംഗത്ത് വേറെയും തുല്യശക്തികൾ തലപൊക്കിയത് തങ്ങളുടെ ബിസിനസിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും തീർത്തും അസ്വസ്ഥനാണ് സദാനന്ദൻ. കൂട്ടുകച്ചവടം അവസാനിപ്പിക്കാമെന്ന് ഒരു ദിവസം വലിയേട്ടൻ പറഞ്ഞു. ബിസിനസിലെ നഷ്ടത്തിന്റെ വീതം പറ്റി 3 പേരും പിരിഞ്ഞു. സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ സ്വന്തം വീതത്തിലുള്ള പല പുരയിടങ്ങളും സദാനന്ദന് വിൽക്കേണ്ടി വന്നു. വിഷ്ണു ക്ഷേത്രത്തിലെ കഴിഞ്ഞ രഥോത്സവം സാധാരണ നടത്താറുള്ള ശീവേലി പോലെ ആർഭാടരഹിതമായിരുന്നു. വലിയേട്ടന്റെ മക്കൾ വീതത്തിനു വേണ്ടി കലഹമുണ്ടാക്കിയെന്നറിഞ്ഞു. ഇളയ മകൻ മദ്യത്തിനു വേണ്ടി പണം മുടിക്കുന്നുവത്രേ. സന്ധിവാതം ബാധിച്ച് അനങ്ങാൻ നിവൃത്തിയില്ലാതെ കിടപ്പിലായ വലിയ ഏട്ടത്തിയമ്മയെ കാണാൻ കമലയും ചെറിയമ്മയും ഒരിക്കൽ പോയി. അന്നാദ്യമായി അവർ സീമന്തനിയുടെ സുഖവിവരങ്ങൾ ആരാഞ്ഞു. വല്ലാത്ത വേദന തിന്നുകൊണ്ട് കട്ടിലിൽ കിടന്ന അവരെ കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഒരിക്കൽ തേക്കുംകാട് മഠത്തിന്റെ കോവണിപ്പടികളെ ചവിട്ടി വിറപ്പിച്ചുകൊണ്ട് തലക്കനത്തോടെ നടന്നിരുന്ന സ്ത്രീ തടവിലാക്കപ്പെട്ട, ഏതോ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട, കിരീടം നഷ്ടപ്പെട്ട ഒരു രാജ്ഞിയെപ്പോലെ കഴിയുന്നു. കിടക്കയിൽ കിടന്നുകൊണ്ട് അവർ എന്തോ ആവശ്യപ്പെട്ടത് കേൾക്കാത്ത മട്ടിൽ മരുമക്കൾ തലതിരിച്ച് നടന്നു പോകുന്നത് കണ്ടപ്പോഴും കമലയുടെ മനസ്സിലെവിടെയോ വേദനയുടെ ചിറ്റോളങ്ങൾ ഉണ്ടായി. ഉയർന്ന രക്തസമ്മർദ്ദത്തെ ഭയന്ന് ആഞ്ഞൊന്ന് നടക്കാൻ പോലും സാധിക്കാതെ വീട്ടിനുള്ളിൽ തന്നെ കഴിയുകയാണ് വലിയേട്ടൻ. ഒരു കള്ളച്ചൂതാളിയുടെ കൗശലം ഇപ്പോഴും ആ കണ്ണുകളിലുണ്ടോ എങ്കിലും മക്കളുടെ മുന്നിൽ പേടിച്ചു വിറയ്ക്കുന്ന ഒരു പൂച്ചയെപ്പോലെയാണ് ഇപ്പോൾ അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലായി. എന്തൊക്കെ മാറ്റങ്ങളാണ് കാലം ഓരോരുത്തരിൽ വരുത്തി വച്ചിരിക്കുന്നത്. സ്വത്ത് മുഴുവൻ വിറ്റുമുടിച്ചത് സേതുവേട്ടനാണ്. ജയേട്ടത്തിയമ്മയുടെ ആഭരണങ്ങളിൽ പോലും സേതുവേട്ടൻ കൈവച്ചു തുടങ്ങിയെന്നറിഞ്ഞു. മൂത്ത മകന്റെ ഭാര്യയുടെ പിതാവുമൊത്ത് കൂട്ടുകച്ചവടം തുടങ്ങാനുള്ള പണം കൊടുത്ത് സഹായിച്ചത് സദാനന്ദനാണ്. അതിന്
അതിനുവേണ്ടി കുറെ സ്ഥലം വിൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. സേതുവേട്ടന്റെ മൂത്ത മകന്റെ വിവാഹത്തിന് പോയപ്പോഴാണ് വളരെ നാളുകൾക്ക് ശേഷം ജയേട്ടത്തി അമ്മയെ കണ്ടത്. പഴയ നിസ്സംഗത ഒന്നുകൂടി ഇരട്ടിച്ചതായി കണ്ടു. അവരുടെ ഇളയ മകൻ ഏതോ ക്രിസ്ത്യാനി പെൺകുട്ടിയുമായി പ്രേമത്തിലാണെന്നും അവളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നും വാശി പിടിച്ചിരിക്കുന്നുവെന്നും അറിഞ്ഞു. ഒരു മകൾ വളർന്നു വരികയാണവർക്ക്. ജയേട്ടത്തിയമ്മയുടെ ശരിപകർപ്പ്. വാക്കുകളെ മുത്തുകൾ പോലെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആ സ്വഭാവം പോലും അമ്മയിൽ നിന്നും അവളിലേക്ക് കടന്നിട്ടുണ്ട്. ഗായത്രി BSc ജയിച്ചിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞു. പതിവ് പോലെ ജയിക്കാനുള്ള മാർക്ക് മാത്രം വാങ്ങി അവൾ ജയിച്ചു. ലക്ഷ്മി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഗായത്രിയെ വിവാഹം കഴിപ്പിച്ചയക്കണമെന്നുള്ള ഏക ആലോചനയാണിപ്പോൾ സദാനന്ദന്. തേക്കുംകാടിന്റെ വിസ്തൃതി കുറഞ്ഞു വരുന്നു. പടിഞ്ഞാറേ വളപ്പിലെ ഏക്കർ കണക്കിനുള്ള കാട് വിറ്റുകഴിഞ്ഞു. പക്ഷേ ദൗർഭാഗ്യം വീണ്ടും ഒരു പരമ്പര പോലെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ബിസിനസ് താഴോട്ട് തന്നെ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരാ, ഇതെന്തൊരു പതനം! പാതാളത്തിലേക്ക് താഴുന്നതുപോലെ. പ്രാതൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയമ്മ കമലയോട് പറഞ്ഞു, കമലേ, സദാനന്ദൻ എപ്പോഴും മൗനിയാണല്ലോ. ഈയിടെ മനസ്സിന്റെ ആദികാരണം അവന്റെ ശരീരവും ശോഷിച്ചിട്ടുണ്ട്. ഗായത്രിയെ വിവാഹം കഴിപ്പിച്ചയക്കാനോ ബിസിനസ്സിലിടാനോ പണം ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ വിഷമിക്കേണ്ട. എന്റെ ഓഹരിയിലുള്ള സ്വത്ത് വിൽക്കാൻ പറ, ഞാൻ ഒപ്പിട്ട് തരാം. ഇനിയിപ്പോൾ സീമന്തനിയുടെ മകന് ജോലിയായ സ്ഥിതിക്ക് അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ കഴിയാം. അല്ലെങ്കിൽ ഇത്രയും നാൾ ജീവിച്ചതുപോലെ ഇനിയും അവർ കഴിയട്ടെ. ഇവിടുത്തെ കാര്യം ഇപ്പോൾ നടക്കട്ടെ. നീ സദാനന്ദനോട് പറ എന്റെ ഓഹരി എഴുതിത്തരാൻ ഞാൻ തയ്യാറാണെന്ന്. എന്താണ് ചെറിയമ്മയോട് പറയേണ്ടത്? വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതെല്ലാം 3 പേരും കൈക്കലാക്കി വീതിച്ചെടുത്ത കാര്യം ഇനിയും ചെറിയമ്മ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ അത് പറയണോ അവരോട്? വേണ്ട. മറുപടിയൊന്നും പറഞ്ഞില്ല. സദാനന്ദൻ അവരോട് സംസാരിക്കാറില്ലെങ്കിലും അവരെ സ്നേഹിക്കാറില്ലെങ്കിലും അയാളുടെ കുടുംബത്തിന്റെ ദുഃഖം അവരുടെ സ്വന്തം ദുഃഖം പോലെയാണ് അവർക്കിപ്പോൾ. കമല അവർക്ക് സ്വന്തം മകളെപ്പോലെ ആയിക്കഴിഞ്ഞു. ഗായത്രിക്ക് വിവാഹാലോചനകൾ പലതും വന്നു. തേക്കുംകാട് മഠത്തിന് പഴയ പ്രതാപമൊന്നുമില്ലെങ്കിലും വമ്പിച്ച സ്ത്രീധനമൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നും മനസ്സിലാക്കിയവർ എന്തെങ്കിലും കാരണം പറഞ്ഞ് പിന്മാറാൻ തുടങ്ങി. ജാതകപ്പൊരുത്തം ഇല്ലെന്ന കാരണത്താലും പല വിവാഹാലോചനകളും മുടങ്ങി. വിവാഹം കഴിക്കാൻ തയ്യാറായി വന്നവരിൽ ഏതെങ്കിലും ദോഷം കാണുക നിമിത്തം സദാനന്ദൻ തന്നെ അതിൽ നിന്നും പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. മകൾക്ക് പ്രായം ഏറിവരുന്നു എന്ന ചിന്ത സദാനന്ദന്റെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി. ബിസിനസ്സിലും വീട്ടുകാര്യങ്ങളിലും ഉള്ള ശ്രദ്ധ പതറുന്നു. തേക്കുംകാട് മഠത്തിലെ ഒരു പെൺകുട്ടിയും ഇതിനു മുമ്പ് ഇത്രയും പ്രായം വരെ അവിവാഹിതയായി നിന്നില്ലെന്നത് അയാളുടെ അഭിമാനത്തെ ഉലച്ചു. കാഴ്ചയിൽ ഗായത്രിയേക്കാൾ വളർന്നു നിൽക്കുകയാണ് ലക്ഷ്മി. അവൾക്ക് വേണ്ടിയും താമസിയാതെ ഒരു വരനെ അന്വേഷിക്കണം. ഏതിനും സമയമുണ്ടെന്ന് പണ്ട് അച്ഛൻ പറഞ്ഞിരുന്ന വാചകത്തിൽ ഉറപ്പോടെ വിശ്വസിച്ച് ധൈര്യമായി കഴിയുകയാണ് കമല. എങ്കിലും ഭർത്താവിന്റെ സ്വഭാവത്തിലുണ്ടാവുന്ന മാറ്റം അവളെ വിഷമിപ്പിക്കുന്നുണ്ട്. പഴയ ചിരിയും കുസൃതി പറച്ചിലും അഹങ്കാരത്തിന്റെ ചുവയുള്ള സംസാരവും കേൾക്കാൻ കൊതിയാവുന്നുണ്ട്. അതെല്ലാം മറന്നതുപോലെയായി അദ്ദേഹം. ശൗര്യം നഷ്ടപ്പെട്ട സിംഹത്തെ പോലെ അയാൾ ഒതുങ്ങിക്കഴിയുന്നത് കാണുമ്പോൾ നെഞ്ചിൽ കോറി മുറിയുന്ന വേദനയാണ്. ഈയിടെ പെട്ടെന്ന് അകാലത്തിൽ തന്നെ വാർദ്ധക്യം ബാധിച്ചതുപോലെയായി അദ്ദേഹം. മകൾക്ക് നല്ല ഒരു വരൻ വരണമെന്ന് പൂജാമുറിയിലെ മുരളീകൃഷ്ണന്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ കമല മറ്റു മാർഗം ഒന്നും കണ്ടില്ല. കഴിഞ്ഞയാഴ്ച ഒരു പയ്യൻ വന്ന് ഗായത്രിയെ കണ്ടുപോയതിനു ശേഷമാണ് അദ്ദേഹം തീർത്തും നിരാശനായത്. പയ്യൻ കാണാൻ സുമുഖനായിരുന്നു. നല്ല ഉദ്യോഗം, സാമ്പത്തിക സ്ഥിതിയും മോശമല്ല. പയ്യന് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. വിവാഹം നടത്താമെന്ന് തീരുമാനിച്ച് സന്തോഷിച്ചു. പയ്യനെപ്പറ്റി രഹസ്യമായി അന്വേഷണം നടത്തിയപ്പോഴാണ് അറിഞ്ഞത് പയ്യൻ അമിതമായി മദ്യപിക്കാറുണ്ടെന്ന്. ഏതോ വലിയ അത്യാപത്തിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസമായിരുന്നു അദ്ദേഹത്തിന്. ആ സംഭവം മാനസികമായി വല്ലാത്ത ആഘാതം അദ്ദേഹത്തിൽ സൃഷ്ടിച്ചു. ഇന്ന് രാവിലെ അദ്ദേഹം തന്നോട് പറഞ്ഞു, സൽസ്വഭാവിയായ ഒരുത്തൻ വന്നാൽ മതിയായിരുന്നു. പണം അല്പം കുറവാണെങ്കിലും സഹിക്കാം. തേക്കുംകാട് മഠത്തിലെ ആണുങ്ങൾ അഹങ്കാരികളും സ്വാർത്ഥരുമായിരുന്നെങ്കിലും മദ്യപാനം തുടങ്ങിയ ദുസ്വഭാവങ്ങളൊന്നും അവർക്കാർക്കും ഇല്ലായിരുന്നു.
നാളുകൾ വീണ്ടും കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഗായത്രിക്ക് പ്രായം കവിഞ്ഞു പോകുന്നില്ലേ എന്ന ഭയം കമലയ്ക്കും തോന്നിത്തുടങ്ങി. ഏത് ആലോചന വന്നാലും എന്തെങ്കിലും വിഘ്നമുണ്ടാവുകയും അത് അലസിപ്പോവുകയും ചെയ്യുന്നു. ഇന്ന് തളത്തിലിരുന്ന് സംസാരിക്കവേ ചെറിയമ്മ പറഞ്ഞു, "കമലേ, ഞാൻ നിന്നോട് പറയാം. സദാനന്ദന് ഇഷ്ടപ്പെടില്ലായിരിക്കും. എങ്കിലും ഞാൻ ഒരഭിപ്രായം പറയുകയാണ്. വേണുവിനെ കൊണ്ട് ഗായത്രിയെ വിവാഹം കഴിപ്പിച്ചാലെന്താ? പൊന്നുപോലെയുള്ള സ്വഭാവമല്ലേ അവൻ്റേത്? ഉയർന്ന ഉദ്യോഗവുമല്ലേ ഇപ്പോൾ? അവൾ അവൻ്റെ മുറപ്പെണ്ണുമാണല്ലോ." അടുത്തിരുന്ന് എംബ്രോയിഡറി തയ്ച്ചുകൊണ്ടിരുന്ന ഗായത്രി പെട്ടെന്ന് തലയുയർത്തി നോക്കി. സന്തോഷത്തിന്റെ പ്രകാശം അവളുടെ മുഖത്തുണ്ടായി. ഇക്കാര്യം തന്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി എന്ന് കമല ഓർത്തു. പക്ഷേ അദ്ദേഹത്തിനോട് എങ്ങനെ പറയും? വേണുവിനെ ആട്ടി ഓടിച്ചതല്ലേ ഇവിടുന്ന്. സ്നേഹം എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ ആ കുട്ടിയോട്? ആ നിലയ്ക്ക് കമല പറഞ്ഞു, "എനിക്ക് 100 വട്ടം സമ്മതമാണ്. പക്ഷേ അദ്ദേഹം എന്തു പറയുമെന്നറിയില്ല. അദ്ദേഹം സമ്മതിച്ചാൽ തന്നെയും വേണുവിന് സമ്മതം കാണുമോ എന്നറിയില്ല. ഗായത്രിയുടെ മുടിയിൽ ഒന്ന് തൊട്ടതിനാണല്ലോ അവനെ തല്ലി പുറത്താക്കിയത്. നീ എന്തായാലും ഒന്ന് പറഞ്ഞു നോക്ക് സദാനന്ദനോട്. ഇപ്പോൾ വരുന്ന ആലോചനകളെല്ലാം തെറ്റിപ്പോവുകയല്ലേ?" കമല പറഞ്ഞു. "സമയവും സന്ദർഭവും നോക്കി ഞാൻ ഇക്കാര്യം അദ്ദേഹത്തിനോടൊന്ന് പറഞ്ഞു നോക്കാം." രാത്രി അത്താഴം കഴിഞ്ഞ് കമല ഉറക്കറയിലേക്ക് നടക്കാൻ തുടങ്ങുകയായിരുന്നു. ഗായത്രി തളത്തിൽ തന്നെ നിൽക്കുന്നത് കണ്ടു. കമല ചോദിച്ചു, "നീ എന്താ ഉറങ്ങാൻ പോകാത്തത് ഇന്ന്?" ഗായത്രി ധാവണിത്തുമ്പിൽ തിരിപിടിപ്പിച്ചുകൊണ്ട് തറയിൽ എവിടെയോ ദൃഷ്ടികൾ ഊന്നി മടിച്ചു മടിച്ചു പറഞ്ഞു, "അമ്മയോട് ഒരു കാര്യം പറയാൻ നിൽക്കുകയായിരുന്നു ഞാൻ. പറയാൻ നാണമുണ്ട് എനിക്ക്. എങ്കിലും." "ഏത് കാര്യം മോളെ?" "രാവിലെ ചെറിയ മുത്തശ്ശി പറഞ്ഞ കാര്യം തന്നെ." "ഏത് കാര്യം കുട്ടി? ചെറിയ മുത്തശ്ശി ഒരുപാട് കാര്യം പറയില്ലേ? ഏത് കാര്യമാ നീ പറയുന്നത്?" അവൾ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു, "വേണുവേട്ടന്റെ കാര്യം. എനിക്ക് വേണുവേട്ടനെ ഇഷ്ടമാണ്." കമല പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ തല തടവി. "നീ പോയി കിടക്ക്. പൊയ്ക്കോ." ഗായത്രി മുകളിലേക്ക് കയറിപ്പോകുന്നത് അവൾ നോക്കി നിന്നു. മകൾ ഈ ഒരാഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നെന്ന് താൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ആ സ്ഥിതിക്ക് അദ്ദേഹത്തിനോട് ഇത് പറയുക തന്നെ. എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് ആലോചിച്ചു. എന്തോ ആഴത്തിൽ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ് ഭർത്താവ്. അസ്വാസ്ഥ്യത്തിന്റെ വല്ലായ്മ മുഖത്ത് തെളിഞ്ഞു കിടപ്പുണ്ട്. കമല അടുത്തു വന്നിരുന്നിട്ടും അയാൾ അതറിഞ്ഞില്ല. അവൾ ചോദിച്ചു, "എന്താണ് ആലോചിക്കുന്നത്? എന്നോടും കൂടി പറഞ്ഞുകൂടെ?" "ഓ, കാര്യമായിട്ടൊന്നുമില്ല. ആലോചിക്കാനുള്ളതൊക്കെയല്ലേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ." കമല വിഷമത്തോടെ പറഞ്ഞു. "ഗായത്രിയുടെ പിറന്നാളാണ് മറ്റേന്നാൾ. വർഷങ്ങൾ കടന്നു പോവുകയാണ്. ഇതുവരെ ഒന്നുമായില്ലല്ലോ അവളുടെ കാര്യം. എന്നാലോചിക്കുമ്പോൾ എനിക്കും ഈയിടെ വല്ലാത്ത പ്രയാസം തോന്നുന്നു. ഇനി എത്രയും വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂ." "നിന്റെ പറച്ചിൽ കേട്ടാൽ ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണെന്ന് തോന്നുന്നല്ലോ. വെറുതെ ഒന്നും തിരക്കാതെ ഏതെങ്കിലും പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? കഴിഞ്ഞയാഴ്ച വന്ന പയ്യന്റെ കാര്യം തന്നെ നോക്ക്. തിരക്കിയപ്പോഴല്ലേ ദുസ്വഭാവമുള്ള പയ്യനാണെന്നറിഞ്ഞത്. നിനക്കറിയോ, വേറെ ഏതോ ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയിൽ ഒരു കുഞ്ഞുമുണ്ടവന്. അറിയാതെ വിവാഹം നടത്തിയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ മോളുടെ അവസ്ഥ? ഹോ, കല്യാണപ്രായമെത്തിയ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരുടെ ആദി ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്." അയാൾ നെഞ്ചു തടവിക്കൊണ്ട് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് തേക്കുംകാട് മഠത്തിലെ സഹോദരന്മാർ സീമന്തനിക്ക് വേണ്ടി കല്യാണാലോചന നടത്തിയ സംഭവങ്ങൾ കമലയുടെ മനസ്സിലൂടെ കടന്നുപോയി. കുറെ സമയം രണ്ടുപേരും നിശബ്ദരായിരുന്നു. സദാനന്ദൻ പറഞ്ഞു, "വല്ലാത്ത മോശം സമയമാണ് എനിക്കെന്ന് ഒരു ജ്യോത്സ്യൻ പറഞ്ഞു. മനസ്സിന് ഒരു സുഖം തോന്നുന്നില്ല." വിളക്കണച്ചു കിടന്നപ്പോൾ കമല പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, "നല്ല ഒരു പയ്യനുണ്ട് എൻ്റെ അറിവിൽ. നല്ല സ്വഭാവം, നല്ല ജോലി, കാണാനും നല്ല യോഗ്യൻ. പക്ഷെ സ്വത്ത് ഒട്ടുമില്ല." "സ്വത്തൊന്നും വേണമെന്നില്ല. നമുക്കുള്ള സ്വത്ത് 2 പെൺകുട്ടികൾക്കുമായി കൊടുക്കാം. അവർക്ക് വിഷമമൊന്നും ഉണ്ടാകരുതെന്നേ ഉള്ളൂ." "ഏതാണ് പയ്യൻ?" "പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. അതാണ് ഞാൻ പറയാൻ മടിക്കുന്നത്." "ആരാണ്? പറയൂ എന്തായാലും." "വേണു. സീമന്തനിയുടെ മകൻ വേണു. അവനെപ്പോലെ സൽസ്വഭാവിയായ ഒരു പയ്യനെ എവിടെ കിട്ടാൻ? ഗായത്രിക്കും അതാണിഷ്ടം." ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് കമല അങ്കലാപ്പോടെ കിടന്നു. പക്ഷേ അതുണ്ടായില്ല. അയാൾ ചോദിച്ചു, "ഗായത്രി പറഞ്ഞോ നിന്നോട് അവൾക്കിഷ്ടമാണെന്ന്?" "ഉവ്." അവൾ ആത്മഗതമെന്നോണം പറഞ്ഞു. "അവൻ ബാങ്കിൽ ഓഫീസറാണ്. ഇനി
ഇനി പ്രമോഷൻ കിട്ടി ഉയർന്നങ്ങ് പോകും. നല്ല സ്വഭാവവുമാണ്. വീണ്ടും നിശബ്ദത. ഉറങ്ങിക്കാണുമോ? ഇല്ല, ഉറങ്ങിക്കാണില്ല. കിടന്നാൽ ഉറക്കം കിട്ടിയിട്ട് എത്രയോ നാളായി. ബിസിനസ് താഴോട്ട് പോയതിനെ തുടർന്ന് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളാണ് ഏറെയും. അവൾ തുടർന്നു. സീമന്തനിയും മറ്റും ഇപ്പോൾ അവന്റെ ജോലിസ്ഥലത്താണ്. താമസിക്കാൻ ബാങ്കിന്റെ വക വലിയ വീടും മറ്റും ഉണ്ടെന്ന്. പിന്നെ രവീന്ദ്രൻ അവിടെ ഒരു ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങിയെന്ന്. നല്ല വരുമാനവുമുണ്ടെന്ന്. നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ? അവളുടെ കത്ത് ചിലപ്പോഴൊക്കെ വരാറുണ്ട്. വീണ്ടും ഏറെ നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ ക്ഷീണിച്ച ശബ്ദത്തിൽ ചോദിച്ചു. പഴയ വിരോധം കാണില്ലേ അവന്? അവൻ സമ്മതിക്കാൻ പോകുന്നു. ഭർത്താവിന്റെ ശബ്ദം കമലയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇതിനു മുൻപൊന്നും താൻ ഇത്രയേറെ വിഷമിച്ചിട്ടില്ല. ആ ശബ്ദത്തിലെ ദൈന്യത, പശ്ചാത്താപത്തിന്റെ മുനിയുള്ള ശാന്തത, അത് തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പഴയതുപോലെ തോൽവി സമ്മതിക്കാൻ മടിച്ച് എതിർപ്പോടെ സമ്മതിച്ചിരുന്നെങ്കിൽ തനിക്കിത്രയും ദുഃഖം തോന്നില്ല. എവിടെ പോയി അദ്ദേഹത്തിന്റെ ശൗര്യം? എങ്ങനെ ചോർന്നുപോയി ശബ്ദത്തിൽ എന്നും അലിഞ്ഞു ചേർന്നിരുന്ന ഗൗരവം? അവൾക്ക് കുറേ നേരം മറുപടി പറയാനായില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തലയിണ നനച്ചുകൊണ്ടിരുന്നു. പിന്നെ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ അവൾക്ക് എഴുതാം. കമലയ്ക്ക് പിന്നെ ഉറങ്ങാനായില്ല. കഴിഞ്ഞ കാലം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. 3 ദശകങ്ങൾ കഴിഞ്ഞു താൻ തേക്കുംകാട് മഠത്തിലെ മരുമകളായി വന്നിട്ട്. എന്തെല്ലാം സംഭവങ്ങൾ ഇവിടെ നടന്നു! എന്തെല്ലാം താൻ ഇവിടെ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇന്നത്തേതുപോലെയുള്ള അസ്വാസ്ഥ്യം താൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. ഭർത്താവ് ഉറങ്ങിയെന്ന് തോന്നുന്നു. അവൾ എഴുന്നേറ്റ് തളത്തിലേക്ക് നടന്നു. സീമന്തനിക്ക് ഉടനെ തന്നെ ഒരു കത്തെഴുതണം. കടലാസും പേനയും എടുത്ത് എഴുതാൻ തുനിഞ്ഞെങ്കിലും എങ്ങനെ എഴുതണമെന്നറിയാതെ കുറേ നേരം വെറുതെ ഇരുന്നു. സീമന്തനി ആവശ്യപ്പെട്ടതൊക്കെ കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ താൻ അങ്ങോട്ടൊന്നും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അതിനിടയായിട്ടില്ല. അവൾ എഴുതി. സീമന്തനി, ഈ കത്തിൽ അധികമൊന്നും എഴുതാനുള്ള ശക്തി എനിക്കില്ല. നിന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കത്ത്. എൻ്റെ കുട്ടി, ഒരിക്കൽ നിന്റെ മകനു വേണ്ടി നീ എന്നോടൊരു ഭിക്ഷ ചോദിച്ചു. ആ ഭിക്ഷ ഞാൻ അവന് നൽകുകയും ചെയ്തു. ഇന്നിപ്പോൾ നിന്നോടൊരു ഭിക്ഷ യാചിച്ചുകൊണ്ട് കൈ നീട്ടുകയാണ് എൻ്റെ കമലയേട്ടത്തിയമ്മ. എൻ്റെ ഗായത്രിക്ക് വേണ്ടി ഞാൻ നിന്നോട് മംഗല്യഭിക്ഷ യാചിക്കുന്നു. എൻ്റെ കയ്യിൽ ആ ഭിക്ഷ ഇട്ടു തരൂ കുട്ടി. നിന്റെ വേണുവിനെ കൊണ്ട് എൻ്റെ മകളെ സുമംഗലിയാക്കൂ. നിന്റെ കമലേട്ടത്തിയമ്മയ്ക്ക് നീ ഈ ഭിക്ഷ തരുമോ? കത്ത് മടക്കി കവറിലിട്ടു. കമല മേശപ്പുറത്ത് തല ചായ്ച്ച് പൊട്ടിക്കരഞ്ഞു. തേക്കുംകാട് മഠത്തിന്റെ ചുവരുകൾ അവളുടെ തേങ്ങൽ ഏറ്റുവാങ്ങി. അധ്യായം 55. ഞായറാഴ്ച. കാർത്തിക മാസം തുടങ്ങിയിരിക്കുന്നു. വർണ്ണപ്പൊടികൾ കൊണ്ട് ഗായത്രിയും ലക്ഷ്മിയും തുളസിത്തറയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ചെറിയമ്മ അടുത്തു തന്നെ നിൽപ്പുണ്ട്. ചിത്രങ്ങളുടെ ബാഹ്യരേഖകൾ വെള്ളപ്പൊടി കൊണ്ട് ലക്ഷ്മി വരച്ചപ്പോൾ ഗായത്രി അവയ്ക്കുള്ളിൽ വർണ്ണങ്ങൾ നിറച്ചു. കമല അത് നോക്കിക്കൊണ്ട് ആലസ്യത്തോടെ പുറംതണ്ണയിൽ ഇരുന്നു. പ്രാതൽ ഒരുക്കിയിട്ടില്ല. ജോലി ചെയ്യുന്നതിൽ ഈയിടെ ശുഷ്കാന്തി തോന്നുന്നില്ല. മിക്കവാറും എല്ലാ ജോലിയും ചെറിയമ്മയും ഗായത്രിയും ചേർന്നാണ് ചെയ്യുന്നത്. മനസ്സിന്റെ ക്ഷീണം വ്യാധിയായി മാറുകയാണോ? ഭർത്താവ് ഇതുവരെ ഉറക്കമുണർന്നില്ല. പോരെങ്കിൽ ഇന്ന് ഞായറാഴ്ചയുമാണല്ലോ. ഉണർന്നാലും എഴുന്നേറ്റ് പൂമുഖത്ത് വരില്ല. പഴയ പ്രസരിപ്പും ചുറുചുറുക്കും അപ്രത്യക്ഷമായിട്ട് നാളുകൾ ഏറെയായി. അദ്ദേഹത്തിന്റെ ഈ വല്ലായ്മയാണ് തന്നെ ആകെ തളർത്തുന്നത്. മൗനിയായ ഒരു മാനസിക രോഗിയുടേതുപോലെയുള്ള ഈ അവസ്ഥ. സീമന്തനിക്ക് അയച്ച കത്തിന്റെ മറുപടി ഇതുവരെ കിട്ടിയില്ല. 2 ആഴ്ചയായി താൻ മറുപടി പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. തന്റെ പ്രതീക്ഷ മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. സീമന്തനിക്ക് എതിർപ്പില്ലെങ്കിലും വേണുവിന് എതിർപ്പ് കാണും. ഒരു തെരുവു നായയെ അടിച്ചോടിക്കുന്നത് പോലെയല്ലേ അവനെ അന്ന് ഇറക്കിവിട്ടത്. അഭിമാനിയായ ഒരു പുരുഷനും പിന്നെ തിരിഞ്ഞു നോക്കില്ല. എങ്കിലും കത്തെഴുതിയത് താനാണല്ലോ. തന്റെ അപേക്ഷ അവനോ സീമന്തനിക്കോ നിരസിക്കാൻ പറ്റുമോ? ഇനി ഒരു വേള രവീന്ദ്രനായിരിക്കുമോ ഇഷ്ടക്കുറവുള്ളത്? ഏതായാലും ഒരു മറുപടിയെങ്കിലും അവൾ തനിക്ക് അയക്കാത്തതെന്ത്? അവൾ ദീർഘമായി നിശ്വസിച്ചു. താൻ സീമന്തനിക്ക് കത്തയച്ചത് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. ആർക്കും പ്രതീക്ഷ നൽകേണ്ട കാര്യമില്ലല്ലോ. അനുകൂലമായ മറുപടി വരികയാണെങ്കിൽ അറിയിച്ചാൽ മതിയല്ലോ എന്ന് കരുതി. ചെറിയമ്മയും ഗായത്രിയും ചേർന്ന് പ്രാതൽ ഒരുക്കി. കുളി കഴിഞ്ഞ് തീൻമുറിയിൽ വന്ന് ആഹാരം കഴിച്ചതിന് ശേഷം സദാനന്ദൻ വീണ്ടും ഉറക്കറയിൽ കയറിപ്പോയി. കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെറിയമ്മ.
ഗായത്രിക്ക് വേണ്ടി ഒരു നല്ല പയ്യനെ അന്വേഷിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സ്വന്തം അനുജന് ഒരു കത്തെഴുതാൻ ഒരുങ്ങുകയായിരുന്നു കമല. പെട്ടെന്ന് ഗേറ്റ് കടന്ന് ഒരു ടാക്സി വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് കണ്ടു. കമല എത്തി നോക്കി. ആരാണ് വന്നതെന്നറിയാൻ ഗായത്രിയും ലക്ഷ്മിയും താഴെ ഇറങ്ങി വന്നു. കാറിൽ നിന്ന് രവീന്ദ്രനും സീമന്തനിയും ഇറങ്ങി. പിന്നെ വേണുവും പാർവതിയും. സന്തോഷവും അത്ഭുതവും കൊണ്ട് വീർപ്പുമുട്ടിയ കമല ഒരു നിമിഷം ചലനമറ്റു നിന്നു. ഗായത്രി തളത്തിൽ നിന്ന് അടുക്കള ഭാഗത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, ചെറിയ മുത്തശ്ശി, ആരാ വന്നിരിക്കുന്നതെന്ന് നോക്ക്, സീമന്തിനി അപ്പച്ചി. കമല ഓടി പൂമുഖത്ത് ചെന്നു. സീമന്തിനി ചുറ്റും നോക്കി നിൽക്കുകയാണ്. 29 വർഷങ്ങൾക്ക് മുൻപ് ഒരു രാത്രി ഈ പടിയിറങ്ങി പോയതാണ് താൻ. മുറ്റത്തോട്ട് ഇറങ്ങവേ കമല ചിരിച്ചുകൊണ്ട് ചോദിച്ചു, വരുന്ന വിവരത്തിന് ഒരു കത്ത് പോലും അയച്ചില്ലല്ലോ നിങ്ങളാരും? എൻ്റെ ഏട്ടത്തിയമ്മേ. സീമന്തിനി കമലയെ കെട്ടിപ്പിടിച്ചു. ഇക്കുറി അവളുടെ കണ്ണുകളിലെ നനവിൽ ദുഃഖമല്ല, ആഹ്ലാദത്തിന്റെ അലിവാണ് കമല കണ്ടത്. വേണു പറഞ്ഞു, കത്ത് കിട്ടിയ ഉടനെ ഞാൻ ലീവിന് അപേക്ഷിച്ചതാണമ്മായി. മിനിഞ്ഞാന്നാണ് അവര് ലീവ് അനുവദിച്ചു തന്നത്. ഇങ്ങോട്ട് വരികയല്ലേ, പിന്നെ കത്ത് എന്തിനെന്ന് കരുതി. ചെറിയമ്മ പൂമുഖത്തെത്തിക്കഴിഞ്ഞിരുന്നു. സീമന്തിനി ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എത്ര നാളായി അമ്മയ്ക്ക് എന്നോട് പിണക്കമുണ്ടോ? പിണക്കമാണ് എനിക്ക് നിന്നോട്. എവിടെ രവീന്ദ്രൻ? അവർ പുഞ്ചിരിയോടെ കണ്ണുകൾ തുടച്ചു. രവീന്ദ്രൻ പാദം തൊട്ട് നമസ്കരിച്ചപ്പോൾ അവർ രഹസ്യമായി പറഞ്ഞു, എൻ്റെ മകളെയും കൊണ്ട് കടന്നതിന് ഞാൻ വെച്ചിട്ടുണ്ട് രവീന്ദ്രന്. അയാൾ ഉറക്കെ ചിരിച്ചു. കമല വേഗം മുറിയിൽ ചെന്ന് സദാനന്ദനോട് പറഞ്ഞു, നോക്കൂ, സീമന്തിനിയും ഭർത്താവും കുട്ടികളും വന്നിട്ടുണ്ട്. എൻ്റെ കത്ത് കിട്ടിയതനുസരിച്ച് വന്നതാണ്. അവരോട് സ്നേഹത്തോടെ പെരുമാറണം. കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത്. ഈർഷ്യയ്ക്ക് പകരം ആശ്വാസത്തിന്റെ പ്രകാശം അയാളുടെ കണ്ണുകളിൽ സ്ഫുരിച്ചു. അയാൾ രവീന്ദ്രനെ കണ്ടപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. വല്ലാത്ത ജാളിത സദാനന്ദന്റെ മുഖത്തുണ്ടായിരുന്നു. സീമന്തിനി ഏട്ടനെ കണ്ടപ്പോൾ ഭയം കലർന്ന പുഞ്ചിരിയോടെ കമലയ്ക്ക് പിന്നിൽ ഒതുങ്ങി നിന്നു. എന്താണ് സംസാരിക്കേണ്ടതെന്നറിയാതെ അയാൾ ചെറിയമ്മ ചേർത്ത് നിർത്തിയ പാർവതിയുടെ മുഖത്ത് നോക്കിയിരുന്നു. പിന്നെ ചോദിച്ചു, ഇതാണോ മകൾ? എന്തോ അസുഖമാണെന്ന് പറഞ്ഞിരുന്നല്ലോ, ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? മരുന്ന് എന്നും കഴിച്ചുകൊണ്ടിരിക്കണം. ഓപ്പറേഷൻ നടത്തേണ്ടെന്ന് വെച്ചു. ചെറിയമ്മ അടുക്കളയിലേക്ക് നടന്നപ്പോൾ ചെറുമക്കളും അവരുടെ പിന്നാലെ നടന്നു. സീമന്തിനി പരിഭവത്തോടെ സ്വരം താഴ്ത്തി കമലയോട് പറഞ്ഞു, ഏട്ടത്തിയമ്മ എന്തൊക്കെയാണ് കത്തിൽ എഴുതിയത്? എന്നോട് ഭിക്ഷ യാചിക്കുന്നെന്ന്. ഞാൻ അത് വായിച്ച് ഒരുപാട് കരഞ്ഞു കേട്ടോ. അങ്ങനെ എഴുതരുതായിരുന്നു. എൻ്റെ മകനെ കൊണ്ട് ഗായത്രിയെ കല്യാണം കഴിപ്പിക്കണം എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. കമല പുഞ്ചിരിച്ചതേയുള്ളൂ. കാപ്പി കുടിക്കുന്നതിനിടയിൽ സദാനന്ദൻ രവീന്ദ്രനോട് ചോദിച്ചു, കമലയുടെ കത്ത് കിട്ടിയല്ലേ? ഉവ്, അത് കിട്ടിയ ഉടനെ വേണു ലീവിന് അപേക്ഷിച്ചതാണ്. ഗായത്രിയുടെ കാര്യം അവൾ എഴുതിയിരുന്നെന്ന് തോന്നുന്നു അല്ലേ? അത് നടത്തിയാൽ കൊള്ളാമെന്ന് ചെറിയമ്മയും കമലയും പറഞ്ഞു. മോൾക്കും ഇഷ്ടമാണ്. വാക്കുകൾക്കിടയിൽ കുറ്റബോധത്തിന്റെ വല്ലായ്മ കമല ശ്രദ്ധിച്ചു. രവീന്ദ്രൻ കമലയോടും സദാനന്ദനോടുമായി പറഞ്ഞു, മംഗല്യഭിക്ഷയൊന്നും നിങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെടേണ്ട ഏട്ടത്തിയമ്മേ. നിങ്ങൾ ഞങ്ങളോട് എന്തെങ്കിലും അപേക്ഷിക്കുന്നത് ഞങ്ങൾക്ക് സങ്കടമാണ്. ഞാൻ ബ്രാഹ്മണ പുരോഹിതനാണ്, ദക്ഷിണയും ദാനവും വാങ്ങുന്നവൻ. ഞാൻ സദാനന്ദനോട് അങ്ങോട്ട് അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ കന്യകയെ എൻ്റെ മകന് ദാനമായി തരുമോ? ഞങ്ങൾ ആ ദക്ഷിണ ആവശ്യപ്പെടാൻ വന്നിരിക്കുകയാണ്. തേക്കങ്കാട് മഠക്കാർ ഇന്നുവരെ ആരോടും ഒന്നും ആവശ്യപ്പെട്ടതായി കേട്ടിട്ടില്ല. മറ്റുള്ളവർക്ക് കൊടുത്തിട്ടേയുള്ളൂ. ഇനിയും അങ്ങനെ മതി. സദാനന്ദൻ ശിരസ് ലേശം കുനിച്ചിരുന്നു. നിർവചിക്കാനാവാത്ത ഏതോ ഒരു ഭാവം ആ മുഖത്ത് പടർന്നു. പശ്ചാത്താപത്തിന്റെയും കുറ്റബോധത്തിന്റെയും ശാന്തത. അയാൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ എഴുന്നേറ്റ് രവീന്ദ്രന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്കിത് നിശ്ചയിക്കാം. അച്ഛന് പിന്നിൽ നിന്ന ലക്ഷ്മി വേഗം അടുക്കളയിൽ ചെന്ന് ചെറിയമ്മയെയും ഗായത്രിയെയും വേണുവിനെയും വിവരം അറിയിച്ചു. ചെറിയമ്മ മുഖത്ത് നിറയെ പ്രകാശവുമായി തളത്തിൽ വന്നു. ലക്ഷ്മി എന്നോടൊരു സന്തോഷം പറഞ്ഞു. സംഗതി ശരിയാണോ? കമലയും സീമന്തിനിയും ചിരിച്ചു. ഗായത്രിയുടെ മുഖത്ത് ലജ്ജയുടെ ചുവപ്പ് പടരുന്നത് വേണു മറ്റാരും കാണാതെ നോക്കി നിന്നു. സദാനന്ദൻ വേണുവിനോട് ചോദിച്ചു, എത്ര നാളത്തെ ലീവുണ്ട് നിനക്ക്? വേണു വിനയത്തോടെ പറഞ്ഞു, 1.5 മാസത്തേക്കെടുത്തു. വേണമെങ്കിൽ നീട്ടിയെടുക്കാം. രവീന്ദ്രൻ ചിരിച്ചു. വിവാഹം കഴിഞ്ഞ് ഗായത്രിയെയും കൊണ്ടേ ഞങ്ങളിനി പോകുന്നുള്ളൂ. കമല പറഞ്ഞു, നമുക്ക് ഇന്ന് ഒരു പായസം കൂടി വെക്കാൻ ചെറിയമ്മേ. കുട്ടികളുടെ വിവാഹം ഉറപ്പിച്ച ദിവസമല്ലേ? സദാനന്ദൻ പറഞ്ഞു, പായസം വെക്കുന്നെങ്കിൽ ചെറിയമ്മ വെച്ചാൽ മതി.
ചെറിയമ്മ വെക്കുന്നത് പോലെ മറ്റാരും വെച്ചാൽ പറ്റില്ല. കമല അത്ഭുതത്തോടെ ഭർത്താവിനെ നോക്കി. അദ്ദേഹം ആദ്യമായിട്ടാണ് ചെറിയമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്നത്. ചെറിയമ്മയുടെ മുഖത്ത് സന്തോഷവും ചാരിതാർത്ഥ്യവും നിറഞ്ഞു നിന്നു. സീമന്തിനി കുട്ടികളുമൊത്ത് തേക്കുംകാട് മഠം മുഴുവൻ നടന്നു നോക്കി. അടഞ്ഞു കിടന്ന ചായ്പിന് മുൻപിൽ ചെന്നപ്പോൾ അപ്പച്ചിയെയും രാമദാസേട്ടന്റെയും ഓർമ്മ വന്നു. ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സീമന്തിനി പറഞ്ഞു, നോക്കൂ ഏട്ടത്തിയമ്മേ. ഏട്ടത്തിയമ്മയുടെ തലയിലും എൻ്റെ തലയിലും നര കാണാൻ തുടങ്ങി. ഏട്ടനും രവീന്ദ്രേട്ടനും നരച്ചു. എന്നിട്ടും എൻ്റെ അമ്മയുടെ തലയിൽ ഒറ്റ നര പോലും ഇല്ലല്ലോ. ഇപ്പോഴും കണ്ടാൽ 10-30 വയസ്സേ പറയൂ. എല്ലാവരും ചിരിച്ചപ്പോൾ ചെറിയമ്മ തമാശ പറഞ്ഞു, ആ കുഴപ്പമാവുമോ സംഗതി? സദാനന്ദന്റെ അച്ഛൻ ചിതയിൽ നിന്നും മോഹിച്ചെഴുന്നേറ്റ് വരുമോ വീണ്ടും എന്നെ കെട്ടിക്കൊണ്ടു പോകാൻ? സദാനന്ദൻ പറഞ്ഞു, ഇല്ല, അച്ഛൻ വന്നാൽ ചെറിയമ്മയെ ഇപ്പോഴയക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയാം. സദാനന്ദൻ തമാശ പറയുന്നത് കേട്ടപ്പോൾ ചെറിയമ്മയ്ക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവരുടെ മുഖം നിറയെ ചിരിയുടെ പ്രകാശമായിരുന്നു. കമല ഓർത്തു, തന്റെ ആദ്യ രാത്രിയിൽ ഉറക്കറയുടെ ജനാലയ്ക്കപ്പുറത്ത് കണ്ട പ്രാകൃത രൂപം ഈ ചെറിയമ്മ തന്നെയായിരുന്നുവോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. വൈകുന്നേരം എല്ലാവരും ചേർന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, വിഷ്ണു ക്ഷേത്രത്തിൽ ഒന്ന് പോകണം. എത്ര വർഷമായി അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട്. ഞങ്ങളുമൊക്കെ വരുന്നു. എല്ലാവർക്കും കൂടി പോകാം, കമല പറഞ്ഞു. എല്ലാവരും ക്ഷേത്രത്തിൽ പോകാനുള്ള ഒരുക്കം തുടങ്ങി. കമല ഗായത്രിയെ പട്ടുസാരി ഉടുപ്പിച്ചു. കടും പച്ച നിറത്തിലുള്ള കസൂർ സാരി ഉടുത്ത് അവൾ മുകളിൽ നിന്നിറങ്ങി വരുന്നത് വേണു കൗതുകത്തോടെ നോക്കി നിന്നു. അവളെ കണ്ടപ്പോൾ കമലേട്ടത്തിയമ്മ വധുവായി ഇവിടെ വന്ന ദിവസം സീമന്തിനി ഓർമ്മിച്ചു. എല്ലാവരും ഒരുങ്ങി പൂമുഖത്തെത്തിയപ്പോൾ സീമന്തിനി പറഞ്ഞു, നിൽക്കൂ, ഒരു കാര്യം ഞാൻ മറന്നു, എടുത്തുകൊണ്ട് വരട്ടെ. അവൾ അകത്തെ മുറിയിൽ ചെല്ലുകയും ഏതാനും നിമിഷങ്ങൾക്കകം ഒരു ചെറിയ പെട്ടിയുമായി തിരിച്ചു വരികയും ചെയ്തു. ഇങ്ങോട്ട് നോക്കൂ ഗായത്രി. സീമന്തിനി പെട്ടിയിൽ നിന്നും ഒരു നെക്ലേസ് എടുത്ത് അവളുടെ കഴുത്തിൽ അണിയിച്ചു. സദാനന്ദൻ കമലയ്ക്ക് വേണ്ടി തീർപ്പിച്ച നവരത്നം പതിപ്പിച്ച നെക്ലേസ്. സീമന്തിനി പറഞ്ഞു, ഇത് നിന്റെ അമ്മയുടേതായിരുന്നു. അത് നിനക്ക് തന്നെ ഇരിക്കട്ടെ. സദാനന്ദൻ കമലയുടെ മുഖത്ത് നോക്കുകയും വേഗം തന്നെ ദൃഷ്ടികൾ പിൻവലിക്കുകയും ചെയ്തു. രവീന്ദ്രൻ പറഞ്ഞു, ഹനുമാൻ ക്ഷേത്രത്തിൽ ഒരു വഴിപാട് തീർക്കാനുണ്ട് എനിക്ക്. ഒരു വടമാല പണ്ട് നേർന്നിരുന്നു. ഇതുവരെ നടത്താൻ പറ്റിയില്ല. ഇന്ന് തന്നെ അത് കഴിക്കണം. തന്നെ വേൾക്കാൻ കഴിയുകയാണെങ്കിൽ ഹനുമാന് ഒരു വടമാല ചാർത്താമെന്ന് രവീന്ദ്രൻ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യം സീമന്തിനിക്ക് ഓർമ്മ വന്നു. പിന്നിൽ നിന്ന് ഗായത്രി പതിയെ പറയുന്നത് കേട്ടു, അച്ഛാ, ഞാനും ഒരു വടമാല നേർന്നിട്ടുണ്ട്. അത് നടത്താനുള്ള രൂപ എനിക്ക് വേണം. നീ എന്തിനാണ് നേർന്നത്? കമല ചോദിച്ചു. അവൾ മറുപടി പറയാതെ ലജ്ജയോടെ വേണുവിനെ നോക്കുകയും പിന്നെ തല താഴ്ത്തുകയും ചെയ്തു. ചെറിയമ്മ പറഞ്ഞു, അപ്പോൾ വെറുതെയല്ല വന്നുകൊണ്ടിരുന്ന കല്യാണാലോചനകളെല്ലാം മുടങ്ങിയിരുന്നത്. വടമാലയുടെ ശക്തി തന്നെയാ. എല്ലാവരും ചിരിച്ചുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലേക്ക് നടന്നു. ഏറ്റവും പിന്നിൽ നടന്ന വേണു മുന്നിൽ നടക്കുന്നവരാരും കാണാതെ തന്റെ അരികിൽ നിന്നിരുന്ന ഗായത്രിയുടെ കവിളിൽ മെല്ലെ ഒന്ന് തൊട്ടു. വർഷങ്ങൾക്ക് മുൻപ് മനസ്സിൽ മുട്ടിട്ട ഒരു മോഹം. ഗായത്രി ലജ്ജയോടെ തല കുമ്പിട്ടു. നോവൽ അവസാനിച്ചു.